ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള റൈറ്റർ BS ഫ്രാൻസിസ് തിരുമേനി, കൊല്ലം കൊട്ടാരക്കര മഹായിടവകയുടെ നേതൃ ശുശ്രൂഷയിലായിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള ജോസ് ജോർജ് അച്ഛൻ, റോയ് മോനച്ചൻ, BTH, BD, MDH ഈ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ എനിക്ക് കൂട്ടായിട്ടുള്ളത് ഈ മഹാനോട് മാത്രമുള്ള സഭ ശുശ്രൂഷകരും വൈദികരുമാണ്. അങ്ങനൊരു പഠനവേളയിലെല്ലാം സംസാരിക്കാനും അറിയുവാനും കഴിഞ്ഞ ഒരു ദേശവും അങ്ങനെ എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എൻ്റെ പഠനത്തിൽ കൂട്ടായിരുന്ന പ്രിയപ്പെട്ട വൈദികരെ, അതുപോലെ ഈ നാളുകളിൽ വളരെ ശക്തമായി വളരെ മാതൃകാപരമായി ഏറ്റവും അനുഗ്രഹകരമായി ദൈവവേലയിലായിരിക്കുന്ന വൈദികർ, സഭാ ശുശ്രൂഷകർ, സുവിശേഷകർ, സ്ത്രീ പ്രവർത്തകർ, അങ്ങനെ എല്ലാവരെയും വളരെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതിലും അതിൽ എന്നെ ഈ ശുശ്രൂഷയിൽ ക്ഷണിച്ചതിലും നന്ദി പറയുന്നതിലുമെല്ലാം എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ ഒരു കൃപ എന്നല്ലാതെ എന്നെക്കുറിച്ച് മറ്റൊന്നുമില്ല. തിരുമേനി എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകളെല്ലാം ദൈവകൃപയുടെ ഒരു ഭാഗം എന്നല്ലാതെ എൻ്റെ യാതൊരു യോഗ്യതയുമല്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുകയാണ്. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ടതിനെ ഞാൻ വിലയിരുത്തിയപ്പോൾ, ഒന്ന്, ആദ്യമായിട്ട് നാമും ദൈവവും തമ്മിലുള്ള ബന്ധം അതിനെ അറിയുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ നിരന്തരം അതിനെ നിരീക്ഷിക്കുന്നതല്ലാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവവിളി എന്ന വാക്കാണ് നമ്മൾ സഭയിലും അത് കാണുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാനും ദൈവവുമായുള്ള ബന്ധം അത് വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ശുശ്രൂഷയിലൂടെ ആണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. ഞാനും, ഒന്ന് ദൈവവിളി, രണ്ട് ഞാനും എൻ്റെ ദൈവവും. അതിനെ മനസ്സിലാക്കാനായിട്ട് ഞാനും, അല്ലെങ്കിൽ ശുശ്രൂഷകനായിരിക്കും ഞാനും, ദൈവവചനം ഞാനും എൻ്റെ, അപ്പോൾ അവരൊരു ഇതൊന്ന് ധ്യാനിച്ചുകൊണ്ട് വരിക. ഞാനും എൻ്റെ ദൈവവിളിയും, അതുപോലെ തന്നെ ഞാനും എൻ്റെ ദൈവവും, ഞാനും എൻ്റെ ദൈവവചനവും ആയുള്ള ബന്ധം, ഞാനും എൻ്റെ പ്രാർത്ഥന, ഞാനും എൻ്റെ മിനിസ്ട്രി. ഞാൻ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനുള്ള എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുക. അതിൽ ഒന്ന്, ഞാൻ എന്ന ആ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ, പിന്നീടാണ് ഞാനും ദൈവം എന്നെ വിളിച്ച അനുഭവം, അതോടൊപ്പം അതിൽ എനിക്ക് നിലനിൽക്കാൻ എങ്ങനെ ആണ് ദൈവം ഇടയാക്കിയത്, അതാണ് പ്രാർത്ഥനയും വേദവചന പഠനവും ശുശ്രൂഷയും. നമ്മളെല്ലാം ഈ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെയാണ് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മളൊക്കെ വലിയ പ്രതീക്ഷ. ആ പ്രതീക്ഷകൾ നമ്മൾ തിരിച്ചറിയുന്നത് നമുക്ക് ശുശ്രൂഷയ്ക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നാം ആയിരിക്കുന്ന സഭയിലെ ജനങ്ങൾക്ക് നമ്മളെക്കുറിച്ച് വലിയ പ്രതീക്ഷ. അവരുടെ ഈ പ്രതീക്ഷകൾ വെച്ചാണ് നമ്മളെ അവർ സമീപിക്കുക എല്ലാം ഉണ്ട്. ആ പ്രതീക്ഷകൾക്ക് അനുസൃതമായി നമ്മളുടെ പ്രതികരണങ്ങൾ വരാതെ വരുമ്പോൾ അവിടെ എല്ലാം വേദനകളാണ്, സങ്കടവും ദേഷ്യവും ഒക്കെയാണ് അവിടെ പിന്നെ ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ ജനങ്ങളെ അറിയണം, അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തെ നാം അറിയണം. നമ്മളെ ഒരു മഹായിടവക ഓരോ ഇടത്തും ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ മഹായിടവകയുടെ അധികാരികൾ നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയും നമ്മൾക്ക് തിരിച്ചറിഞ്ഞാൽ അതിന് അനുസൃതമായ നമ്മുടെ പ്രതികരണങ്ങൾ നമ്മളുടെ ശുശ്രൂഷയെ ഏറെ സ്വാധീനിക്കും. ഇത് ഇമ്മീഡിയറ്റ് റിലേഷനാണ്. നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ കുടുംബവും നമ്മുടെ സഭയും നാമും ആയിട്ടുള്ള ആ ബന്ധങ്ങളും മഹായിടവകയുള്ള ബന്ധങ്ങളും. പിന്നീട് നമ്മളായിരിക്കുന്ന പ്രദേശത്തിലെ ജനങ്ങൾക്ക് ചില പ്രതീക്ഷകൾ കാണും. അതും നമ്മൾ ശുശ്രൂഷയുടെ ഭാഗമായി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതും നമുക്ക് അനുഗ്രഹമാണ്. ഇങ്ങനെ കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ചാൽ നമ്മുടെ ശുശ്രൂഷകൾ കുറേ കൂടെ ഫലവത്താക്കി മാറും എന്നുള്ളത് യാതൊരു സംശയമില്ല. എന്നെ സംബന്ധിച്ചുള്ള ഞാനും ദൈവവുമായുള്ളൊരു ബന്ധം എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിക്കുക. അത് ഒരുപക്ഷെ വലിയ പ്രസക്തി ഉള്ളതായിട്ടല്ല,
നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അതൊന്നും ഓർക്കാൻ വേണ്ടിയാണ്. സാധാരണ തിരുമേനി ഓർപ്പിച്ച പോലെ ഒരു കൃഷിക്കാരൻ്റെ കൂലിവേലയ്ക്ക് പോയി ജീവിക്കുന്ന ആളായിരുന്നു എൻ്റെ അപ്പൻ. അതുപോലെ എൻ്റെ അമ്മ ഒരു അനാഥയായിരുന്നു. ഒരു ഉപദേശി എടുത്ത് വളർത്തിയതാണ്. മുണ്ടക്കയത്തുണ്ടായിരുന്ന PT ഡാനിയൽ എന്ന് പറയുന്ന ഉപദേശി, മധ്യകേരളം ഡേയ്സിലെ ഒരു ഉപദേശി വളരെ ചെറുപ്പത്തിലെ അമ്മയെടുത്ത് വളർത്തി 18ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് വിവാഹിക്കാനായിട്ട് ഇടയായി. അങ്ങനെ കൂട്ടിക്കൽ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും മുണ്ടക്കയത്തു നിന്നും ആയിട്ട് ഞങ്ങൾ എൻ്റെ അപ്പൻ്റെ വിവാഹത്തിന് ശേഷം അയ്യപ്പൻകോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. അവിടെ 8 മക്കൾ ജനിച്ചതിൽ 8ാമത്തെ ആളാണ് ഞാൻ. 5 പേര് മരിച്ചുപോയി എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് വളരെ കാലങ്ങൾ കേട്ട്. അപ്പം എന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ കുടുംബമാണ്. പക്ഷേ ഞാനൊക്കെ ജനിച്ച കാലത്ത് വളരെ പ്രതിസന്ധി ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഇടുക്കി ഡാമിൻ്റെ സമയമായതുകൊണ്ട് ആളുകൾ ഈ വെള്ളം മൂടി സ്ഥലമൊക്കെ നഷ്ടപ്പെടുന്ന സാധ്യതയായതുകൊണ്ട് സമരങ്ങളുടെ കോലാഹലമായിരുന്നു. എൻ്റെയൊക്കെ ഓർമ്മയിൽ 2-3 വയസ്സിലൊക്കെ സമരങ്ങളാണ്. അവിടുന്ന് ഞങ്ങളെ പുതിയ സ്ഥലത്താക്കണം. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പോയ ഒക്കെ എൻ്റെ ഓർമ്മ ഇപ്പോഴും ഉണ്ട്. 10 വയസ്സോളം അവിടെയായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞത്, ഇതിനിടയിൽ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ സ്നാപനം, അതുപോലെ തന്നെ സൺഡേ സ്കൂള് അതെല്ലാം അവിടെ നിന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് തിരുമേനി പറഞ്ഞ ഞങ്ങൾ ചേലച്ചോട് ഇടവകയുടെ ഭാഗത്തേക്ക് ഞങ്ങളെ കുടിയൊഴിപ്പിച്ചു വിട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു. വളരെ കഷ്ടതയുടെ അവസ്ഥയാണ്. ഒന്നുമില്ലാത്ത പാഴ്മണ്ണാണ്. അവിടെ വേണം. അവിടെ സ്കൂളും കാര്യങ്ങളൊന്നുമില്ല. 15 കിലോമീറ്റർ നടന്നാലേ സ്കൂളിൽ ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ 7ാം ക്ലാസ് മുതൽ തന്നെ അവിടെയാണ് മണിയാരൻകുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞങ്ങൾ ദൂരെ നടന്നു പോയാണ് പഠിക്കുന്നത്. പള്ളിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, സൺഡേ സ്കൂളിൽ പോകുന്നുണ്ട്, കൊയറിൽ കൂടുന്നുണ്ട്. പ്രായമായിട്ട് വളർന്നു വന്ന സ്ഥിതിക്ക് നമ്മുടെ യൂത്തിൽ മൂവ്മെൻ്റ് എല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ പ്രശ്നം എന്തായെന്ന് വെച്ചാൽ യേശുവിനെ ആയിട്ടൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല. നമുക്കിതെല്ലാം ആകാം, പള്ളിയുടെ എല്ലാ ആക്ടിവിറ്റീസിലും നമുക്ക് ഇൻവോൾവ് ചെയ്യാം, പക്ഷേ യേശുവിനെ നമുക്ക് സബ്സൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥയില്ല. അത് കഴിഞ്ഞ് എൻ്റെ പഠനത്തിൽ ഞാൻ അവിടുന്ന് 10ാം ക്ലാസ് പാസ്സായി. പിന്നീട് ഞാൻ പാല സെൻറ് തോമസിലാണ് പഠിക്കാനിടയായി. അന്നേരത്തേക്ക് വീട്ടിലും ചില പ്രയാസങ്ങൾ ആയി. പക്ഷെ എനിക്ക് പറ്റുന്ന വെച്ചാൽ ദൈവവിശ്വാസത്തെ തന്നെ ഞാനങ്ങ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ദൈവത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടായി. അപ്പം ഞാൻ ഏറെ വായിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. സയൻസ്, എല്ലാ മതങ്ങളുടെയും ഗ്രന്ഥങ്ങൾ ഇതെല്ലാം ഇങ്ങനെ വായിക്കും, കിട്ടുമ്പോഴെല്ലാം വായിക്കും. അത് അങ്ങനെ ഒരു രീതിയായിരുന്നു. അങ്ങനെ സംഭവിച്ചത് ക്രിസ്തുവുമായുള്ള ബന്ധം മുറിയപ്പെട്ടു. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വന്നില്ല. എന്നാൽ പള്ളിയിൽ ചെന്നാൽ പള്ളിയിലെ ഏറ്റവും നല്ല ആളാണെന്ന് കേൾക്കത്തക്ക രീതിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്യാൻ എനിക്കറിയാം. ആരും അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ യേശുവുമായുള്ള ബന്ധത്തിലേക്ക് എനിക്ക് വരാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ എനിക്ക് എൻ്റെ ഡിഗ്രി പഠനം പൂർത്തി ആയിരിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധി വന്നു. ആ സമയത്താണ് തിരുമേനി പറഞ്ഞ വേൾഡ് വിഷൻ്റെ സപ്പോർട്ടോടുകൂടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആരംഭിച്ചു. അതിൽ എനിക്ക് ഒരു ജോലി കിട്ടി. അപ്പം അത്യാവശ്യം സാമ്പത്തികമൊക്കെ ആ സ്ഥാനത്തേക്ക് എനിക്ക് സംഭവിച്ചത് യേശുവായുള്ള ബന്ധം മാറ്റിയിട്ട് ഞാൻ ദൈവം ഉണ്ടെന്ന് വേണേൽ വിശ്വസിക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു അച്ഛനെന്ന് പറഞ്ഞാലും പള്ളി എന്ന് പറഞ്ഞാലും ഉപദേശം എന്നൊക്കെ പറഞ്ഞാലും ചില ആളുകൾ ജീവിക്കാൻ വേണ്ടി ഏതോ ചില പരിപാടികൾ കണ്ടെത്തി എന്നല്ലാണ്ട് ഇതിനകത്ത് വലിയ യാഥാർത്ഥ്യമൊന്നുമില്ല എന്നൊരു ധാരണയും അങ്ങനെയുള്ള ചിന്തകളോ അങ്ങനെയുള്ള പുസ്തകങ്ങൾ അങ്ങനെയുള്ള കൂട്ടുകാർ അങ്ങനെയുള്ള ആ രീതിയിലായിരുന്നു ഞാൻ വളർന്ന് കാലഘട്ടം. ഞാൻ 8 വർഷത്തോളം ഈ പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്ന കാലത്താണ് എനിക്ക് ഇതല്ല ലൈഫ് എന്ന് മനസ്സിലാക്കുന്നത്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗം തുടങ്ങിയതാണ് സംഭവിച്ചത്. ഒരു ജലദോഷം ആരംഭിച്ചു. ഞാനപ്പോൾ പല പ്രോജക്റ്റിലായിട്ട് ഒഴുവത്തടം അതുപോലെ കുമിളി 2 പ്രദേശത്താണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ ഈ മനസ്സുകൊണ്ട് യേശുവിനെ അത്ര കാര്യമായിട്ട് അംഗീകരിക്കാതെ ഒരു സാമൂഹികമായ ബന്ധത്തിന് വേണ്ടി മാത്രം സഭയെ ഉപയോഗിച്ചുകൊണ്ടുള്ള കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായ ഈ രോഗം ക്രമേണ വർദ്ധിച്ച് അതിഭീകരമായ ആസ്മയായിരുന്നു. ആസ്മയായിട്ട് മാറിയത് മാത്രമല്ല, എനിക്ക് രാവിലെ എണീറ്റാൽ കണ്ണ് തുറക്കത്തില്ല, കണ്ണ് കീള കെട്ടി അടഞ്ഞിരിക്കും വർഷങ്ങൾ ആയിട്ട്. അതുപോലെ തന്നെ മൂക്കിലൂടെ എനിക്ക് ശ്വാസം എടുക്കുന്നില്ല. നെഞ്ച് ആകാപ്പാടെ എപ്പോഴും ഒരു വക കോഴിക്കുഞ്ഞിൻ്റെ നിലവിളി പോലെയാണ് ശ്വാസം എടുത്താൽ
രക്തപരിശോധന, ഏതെല്ലാം പരിശോധന ഉണ്ടോ അതെല്ലാം നടത്തി. ഡോക്ടർമാർ പറഞ്ഞു നിങ്ങളുടെ ബ്ലഡിൽ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിൻ്റെ അളവ് ഈ ലോകത്തിൽ ആർക്കും ഇല്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തണുപ്പടിക്കാൻ പാടില്ല, പൊടിയടിക്കാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞു. എന്നിട്ട് ഇവർ തരുന്ന ഗുളിക നെയ്സൽ ഡ്രോപ്സ് ഒഴിച്ചാൽ മൂക്ക് തുറക്കും, ഐ ഡ്രോപ്സ് ഒഴിച്ചാൽ കണ്ണ് തുറന്നു വരും. ആ ഒരു അവസ്ഥയിൽ മുമ്പോട്ട് പോയിട്ട് എൻ്റെ ശമ്പളം കൊണ്ട് പോയി ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ജീവിതം തകരുകയായിരുന്നു. ആരോഗ്യം തകർന്നു, സമ്പത്ത് തകർന്നു. മാത്രമല്ല എന്നെ ഏൽപ്പിക്കുന്ന പ്രോജക്റ്റുകളെല്ലാം പരാജയമായി. ധാരാളം ഹൗസ് സ്കീമിൻ്റെ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അന്നൊക്കെ പണത്തിന് യാതൊരു പഞ്ഞമില്ലാതെ റെവല്യൂഷൻകാർ സപ്പോർട്ട് ചെയ്യുന്ന കാലഘട്ടമാണ്. പക്ഷേ എന്നെ ഓരോ ഏരിയയിൽ ഇതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എനിക്ക് ഒന്നും സക്സസ് ആക്കാൻ പറ്റാത്ത നിരന്തരമായ തകർച്ച 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 മാത്രം. അങ്ങനെ ഉള്ള തകർച്ചയുടെ മധ്യത്തിൽ എന്തായിരിക്കും എന്ത് കാരണമെന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. കാരണം എന്നേക്കാൾ പോലെയുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഇതൊരു പ്രശ്നമേ അല്ല. എനിക്ക് മാത്രമാണ് ഈ ഗതികേട്. എവിടെ പോയാലും ഈ ഗുളികയും മരുന്നും എല്ലായിട്ട് പോകും. അങ്ങനെ വന്നിട്ട് എൻ്റെ ഉള്ളിലൊരു വാക്യം ഒരിക്കൽ കയറി വരികയാണ്. 37-ാം സങ്കീർത്തനത്തിൻ്റെ 23-ാം വാക്യം. ആ വാക്യത്തിലാണ് ഒരുവൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും. ഈ വാക്യം എങ്ങനെയോ എൻ്റെ വിചാരം എൻ്റെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ സഭയുടെയോ നമ്മളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമല്ലോ അല്ലെങ്കിൽ പാപികളുടെ രൂപാന്തരത്തിന് വേണ്ടി ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും. അല്ലാതെ എനിക്ക് ആ വാക്യം എൻ്റെ മനസ്സിൽ വരേണ്ട യാതൊരു കാര്യമില്ല. ഈ വാക്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറി വന്നിട്ട് എൻ്റെ യാത്ര, എൻ്റെ ഗമനം എല്ലാം സ്ഥിരമല്ല. രോഗവും ശാപവും കഷ്ടതയും നഷ്ടവും നാണക്കേടും പരാജയവും എല്ലാം തികഞ്ഞ് മരണ സമാനമായ ഒരു ജീവിതമാണല്ലോ. ആ ഒരു അവസ്ഥയായി ഈ വാക്യം എന്നെ ആകെപ്പാടെ ബന്ധപ്പെടുത്തി. അപ്പോൾ പിന്നെ സ്വയം വിമർശനമാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് വെച്ചിട്ട് തിരിച്ചറിയുന്ന കാര്യമാണ്. ചെറുപ്പം മുതൽ പറഞ്ഞിട്ടുണ്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവായൊരു ബന്ധം വേണം എന്ന് ഈ കൺവെൻഷനിൽ പോകുന്നിടത്ത് എല്ലാം പറയും. എനിക്കത് കേൾക്കുന്ന ഇഷ്ടമില്ല. എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് യേശുവിനെ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അങ്ങ് സ്വീകരിച്ചാൽ പോലെ. എനിക്ക് ഇവരുടെ പ്രസംഗം കേട്ടതില്ല ഞാൻ സ്വീകരിക്കേണ്ട കാര്യം. അങ്ങനെയാണ് എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻസാണ് എപ്പോഴും വരുന്നത്. അതുകൊണ്ട് ഈ ഒരു കൺവെൻഷൻ കൂടിയാലും ശരി, പള്ളിയിൽ പോയാലും ശരി, അച്ഛൻ പറഞ്ഞാലും ശരി, അമ്മ പറഞ്ഞാലും ശരി, അത് യേശുവായിട്ട് ബന്ധം വേണമെന്നുള്ളത് എൻ്റെ തീരുമാനം. ആ ഒരു മനോഭാവത്തിൽ നിന്ന് യേശുവിനെ റിജക്റ്റ് ചെയ്ത് മാറ്റി നിർത്തിയെന്നല്ലാതെ ഞാൻ നോക്കിയിട്ട് എന്നിൽ അങ്ങനെ ഒരു പ്രയാസം, ഇങ്ങനെ ഒരു ഗതികേട് വരേണ്ട കാര്യമില്ല എന്നൊരു ചിന്തയിലേക്ക് വരികയും അവസാനം ഈ തകർച്ചയുടെ മധ്യത്തിൽ ഇങ്ങനൊരു പ്രശ്നമാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടത് പരിഹരിച്ചുകൂടാ. അങ്ങനെ ഞാൻ തന്നെ ഒരു രാത്രിയിൽ യേശുവിനോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്, ശരിയാണ്. ഇത്രയും കാലം വചനം പറഞ്ഞു കേട്ടു വിശ്വസിച്ചു. പക്ഷേ കൺവെൻഷൻ കൂടിയിട്ടുണ്ട്, എല്ലാത്തിനും പോയിട്ടുണ്ടെങ്കിലും ഗായക സംഘത്തിലെ അംഗമാണ്, യുവജന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ആരില്ല? യേശു. ആ ഒരു സാഹചര്യത്തിൽ യേശുവിനെ എന്നോട് പറഞ്ഞു, കർത്താവേ എന്നോട് കരുണ തോന്നണം, ഇങ്ങനൊരു സംഭവം എന്നിലുണ്ട്, യേശുവിനെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് യേശുവിനെ കാലിൽ വീണ്ടും മാപ്പ് ചോദിക്കുക. അങ്ങനെ സംഭവിച്ചതിന് ശേഷം ഞാൻ അണക്കര എന്ന് പറയുന്ന പ്രദേശത്ത് ജോലി ചെയ്യാണ്. നല്ല തണുപ്പുള്ള ഇടമാണ്. ഈ പറഞ്ഞ പോലെ അവിടെ ആളുകൾ ഉച്ചയ്ക്ക് പോലും കമ്പിളി സ്വെറ്ററൊക്കെ ഉപയോഗിച്ച് നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു IMS ഒരു ആരാധനാകേന്ദ്രമുണ്ട്. IMS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മിഷൻ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് അവിടെ CSI ആയപ്പോൾ CSI ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് പോയി. അവിടെയാണ് ഞാൻ ആരാധനയ്ക്ക് പോവുക. അവിടെ 2-3 മാസം കൂടുമ്പോഴേ കമ്മ്യൂണിറ്റി സർവീസ് ഉണ്ട്. കാരണം അവിടെ കട്ടപ്പനെന്ന് അച്ഛൻ വന്നതാണ്. അന്ന് CS തോമസ് അച്ഛനുള്ള കാലത്താണ് അച്ഛൻ ഒരു ഞായറാഴ്ച അവിടെ ആരാധനയ്ക്ക് വരികയാണ്. അപ്പോൾ വളരെ പതിവ് വിരുദ്ധമായിട്ട് ഞാൻ അന്ന് ദേവാലയത്തിൽ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ ശരീരത്തിലെ രക്തം മുഴുവൻ രോഗം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. രോഗാണുക്കൾക്ക് എതിരെ കഴിക്കുന്ന യാതൊരു മരുന്നും ഫലിക്കുന്നില്ല. കണ്ണും മൂക്കും എല്ലാം പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് ഞാൻ ദേവാലയത്തിൽ ഈ ആളിൽ ഏറ്റവും പുറകിൽ, അവിടെ ഇങ്ങനെ ബെഞ്ചൊന്നുമില്ലായിരുന്നു, വിരിക്കുന്ന സംവിധാനം. 90-കളാണ്, 92-ആണ്.
മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇന്ന് അങ്ങയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന എനിക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. എന്നോട് കരുണയുണ്ടാകും. എൻ്റെ ശരീരം മുഴുവൻ രോഗാണുക്കളെ കൊണ്ട് നിറഞ്ഞതാണെന്നും എനിക്ക് ജീവിക്കുവാൻ ഈ ഭൂമിയിൽ പറ്റത്തില്ല, ചില്ലുകൂട്ടിനകത്ത് കയറി ഇരിക്കുക, ആ രീതിയിലൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്റ്റൈൽ നമുക്ക് ലൈഫിനെ പറ്റുള്ളൂ. അതുകൊണ്ട് എന്നോട് കരുണയുണ്ടാകണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ആരാധനയുടെ പ്രാരംഭം മുതൽ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് സർവീസ് ഒരുക്കി കർത്താവിൻ്റെ ശരീരവും സ്വീകരിച്ചപ്പോഴും കണ്ണുനീരോടെ, കർത്താവ് എൻ്റെ ശരീരത്തെ ഒന്ന് ചേഞ്ച് ആക്കണം, കരുണയുണ്ടാകണം അല്ല വിളിച്ചു. ആ രക്തം കുടിച്ചപ്പോഴും ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് കരുണയുണ്ടാകണമെന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഈ ആരാധന മുഴുവൻ പങ്കെടുത്തു. ഞാൻ തന്നെ താമസിക്കുന്ന എനിക്ക് ക്വാർട്ടേഴ്സ് ഉണ്ട്. അന്ന് രാത്രി ഞാൻ തനിയെ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുമ്പോൾ എൻ്റെ അരികിൽ ഒരു ആൾ വരിക. എൻ്റെ അരികിൽ വന്നിരിക്കുന്നതായിട്ട് ഞാൻ കാണും. കുപ്പായൊക്കെ ഉണ്ട്, തലമുടിയൊക്കെ ഇറക്കുക. നമ്മൾ യേശുവിൻ്റെ ചിത്രത്തിൻ്റെ അതിന് സമാനമാണ്. എന്നിട്ട് വന്ന് എൻ്റെ അരികിൽ നീങ്ങി, എന്നിട്ട് എന്നെ സൂക്ഷിച്ച് നോക്കുന്നതാണ് മനസ്സിലായി. എന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ വിടർത്തി. അപ്പോൾ ആ കൈയുടെ മുറിവ് കാണാം. എന്നിട്ട് ഒരു കൈ എടുത്ത് എൻ്റെ തലയിൽ അത് വെച്ചു, ഒരു കൈ എടുത്ത് എൻ്റെ കാലിൽ വെച്ചു. അപ്പോൾ രണ്ട് കൈക്കുള്ളിൽ ഞാൻ കട്ടിൽ കിടക്കുകയാണ്. അപ്പം ഞാനിത് കണ്ടോണം, ഞാൻ അങ്ങനെ തന്നെ കാണുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരം ഞാൻ സ്വപ്നം കാണുകയാണ്, എന്തോ ഒരു സ്വപ്നം കാണുന്നത് പോലെയൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിലൊരു ബോധം പോലെ ഉണ്ട്. പക്ഷെ ഈ രണ്ട് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഇടിമിന്നൽ പോലെ ഭയങ്കരമായ ഷോക്ക് എൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറുന്നതായിട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. എന്തോ ഒരു ഭയങ്കരമായിട്ട് എൻ്റെ ശരീരത്തെ മുഴുവൻ ഉലയ്ക്കുന്ന ഒരു പവർ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുന്നതായിട്ട് മനസ്സിലായി. അപ്പോഴെൻ്റെ വിചാരം സ്വപ്നമാണ്. അത് കഴിഞ്ഞിട്ട് കൈ എടുത്തു, ഞാൻ നിന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഉയർന്ന് അങ്ങനെ പോകുന്നത് എന്നിട്ട് ഞാൻ അറിയുമ്പോയി. പിറ്റേന്ന് നേരം എടുക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചത് കണ്ണിന് യാതൊരു സുഖമില്ല, മൂക്കിന് യാതൊരു പ്രയാസമില്ല, അതുപോലെ തന്നെ നെഞ്ചിനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതായത് എനിക്ക് രോഗമില്ലാതിരുന്ന അവസ്ഥയിൽ എൻ്റെ ശരീരം എങ്ങനെയായിരുന്നോ ആ ഒരു അവസ്ഥയിൽ ആ വിശുദ്ധ ഞായറാഴ്ച അത് തിരുവത്താഴം കൊണ്ടാം രാത്രിയിൽ എൻ്റെ അരികിൽ യേശു വന്ന് എന്നെ തൊട്ട സൗഖ്യം. അപ്പോൾ ഇത് ഇങ്ങനെ കർത്താവ് തന്നെ തൊട്ടു എന്നൊക്കെ പറഞ്ഞ് പലരും സാക്ഷി കണ്ണൂർ പോകുമ്പോൾ സാക്ഷി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് മാത്രം അംഗീകരിക്കുന്ന ആളായിരുന്നില്ല എൻ്റെ ഒരു. പക്ഷേ ഇത് എനിക്ക് അംഗീകരിക്കാൻ പറ്റാതെ, കാരണം ഞാനിത് കാര്യം എൻ്റെ വേദനയോടുകൂടെ പ്രാർത്ഥിച്ചു എങ്കിലും ഇങ്ങനെ വന്ന് എന്നെ സൗഖ്യമാക്കുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ ഒരു എക്സ്പീരിയൻസാണ് എന്നോട് ഈ യേശുവിന് സ്നേഹമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അന്നത്തെ എൻ്റെ വിചാരവും ആ അച്ഛനും ആ ശുശ്രൂഷയും ജനങ്ങളൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോഴും എൻ്റെ പേരൻസ് ഉണ്ട്, അവരുടെ പ്രാർത്ഥനയുണ്ട്. എൻ്റെ ഈ തകർച്ചയിൽ എനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന ധാരാളം സാഹചര്യങ്ങളുണ്ട്. അല്ലാതെ എൻ്റെ ഒരു യോഗ്യത വെച്ച് ഞാനാണെങ്കിൽ യേശുവിന് വിരോധമായി ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്ത രീതി വെച്ച് നോക്കിയാൽ ഞാനാണെങ്കിൽ അങ്ങനെ ഒരാളെനിക്ക് പോകത്തില്ല. പക്ഷെ ആ യേശു വന്നതായിട്ട് ഫിസിക്കലായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ആ ഒരു അനുഭവമാണ് പിന്നീട് ഞാൻ ജോലി റിസൈൻ ചെയ്യും. അതായത് എന്നെ ഈ ഇത്രയും വൃത്തികെട്ട ഒരു മര്യാദയില്ലാതെ യേശുവിന് വിരുദ്ധമായി ജീവിച്ച ആ എന്നെ സ്നേഹിക്കാൻ യേശുവിന് കഴിയുമെങ്കിൽ ആ യേശുവിന് സ്നേഹം എത്രയാണ്. പിന്നെ ഇതുവരെ എനിക്ക് ആ രോഗം ഉണ്ടായിട്ടില്ല. ആ ഒരു കണ്ണിനോ മൂക്കിനോ നെഞ്ചിനോ യാതൊരു പ്രയാസവും ഇന്ന് വരെ ദൈവം എനിക്ക് തന്നിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ അന്ന് കരിയർ ശ്രമത്തിന് വീണത്. അപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്തു. അപ്പം ഞാനത് തിരിച്ചറിയുന്നത് എന്നെ കർത്താവ് വിളിച്ചു എന്നൊരു ബോധ്യമാണ് എനിക്ക് അതിൽ നിന്നുണ്ടായത്. അപ്പം എൻ്റെ വിചാരം എന്നെ സൗഖ്യമാക്കിയ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാം. ഇങ്ങനൊരു യേശു ഉണ്ട്, നമ്മളോട് മനസ്സിലിരുന്നൊരു കർത്താവുണ്ട് എന്ന് പറഞ്ഞ് നടക്കാം. വേറെ ശുശ്രൂഷയ്ക്കൊന്നുള്ള യോഗ്യതയില്ല. കാരണം എൻ്റെ സ്വഭാവം വെച്ചും എൻ്റെ രീതി വെച്ചും യേശുവിൻ്റെ അരിക്കൽ അവൻ്റെ വേലക്കാരനാണെന്ന് പറയാൻ പോലും എൻ്റെ ബുദ്ധി കൊണ്ട് എന്നെ എനിക്ക് പറ്റത്തില്ല. കാരണം
അതുപോലെയായിരുന്നു ഞാൻ യേശുവിന് വിരുദ്ധമായിരുന്നു. കാര്യം സഭയുടെ എല്ലാ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കണ്ടിട്ട് അന്ന് തോമസ് ജോർജ് അച്ഛനാണെന്ന് കഞ്ഞിക്കുഴിയിൽ ഉപദേശിച്ചിരിക്കാനായിട്ട് മരിച്ചുപോയി. അപ്പോൾ ഞാനിങ്ങനെ റിസൈൻ ചെയ്തെന്നും ഇങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചു, എന്താ എന്നാ നല്ല ശമ്പളം കിട്ടുന്ന നല്ല ജോലിയില്ല, എന്നാ എന്താ? ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, അതുകൊണ്ട് ഈ ഇത് അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ അതിനകത്ത് എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു ഘടകമുള്ളത് ഇതാണ്. അതെൻ്റെ ഈ എക്സ്പീരിയൻസ് ഇങ്ങനെ നിൽക്കുകയെ അവിടെ ഹൗസിംഗ് സ്കീമുണ്ട്. ഹൗസിംഗ് സ്കീം, ആ ഹൗസിംഗ് സ്കീമിൻ്റെ അതനുസരിച്ച് കഴിഞ്ഞാൽ റൂഫിങ്ങിന് നമ്മൾ സൗജന്യമായിട്ട് മെറ്റീരിയൽസ് എടുത്ത് കൊടുക്കും. അത് ബാക്കി സാധനങ്ങളെല്ലാം അവരവർ കരുതിയാൽ മതി. അപ്പം ചിലർ ജസ്റ്റ് തറ കെട്ടിയിട്ട് പില്ലർ ചെയ്തിട്ട് അതിൻ്റെ മണ്ടയിൽ ഇതിന് വേണ്ടി അപേക്ഷ വയ്ക്കും. അപ്പോൾ അങ്ങനെ അപേക്ഷ വെച്ചൊരു കേസുണ്ടായിരുന്നു. ഒരു ചേട്ടനും ചേച്ചിയും വന്നു. അപ്പോൾ അവിടെയുള്ള പലർക്കും കൊടുത്ത് ഈ കുടുംബം വന്നു. അവിടെ എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ്. അങ്ങനെ നമ്മളൊരു വീട്ടുകാർക്ക് ഈ നല്ല അന്ന് ഓട് കുത്താൻ ഓട് മേയ്യാണ്. ഈ ഓട് മേഞ്ഞ് കൊടുത്തൊരു സംഭവം ഉണ്ട്. അത് അണക്കരയ്ക്കടെ അടുത്ത് ചെപ്പുകുളം എന്ന് പറഞ്ഞ് പോകുന്ന അവർക്ക് വഴിക്കുന്ന സ്ഥലമാണ് ഈ വീട്. അപ്പം അത് കഴിഞ്ഞ് ഈ എക്സ്പീരിയൻസ് എനിക്ക് അതിന് ശേഷമാണ് ഞാനൊരു ദിവസം വൈകിട്ട് മഴയത്ത് സൈക്കിളിലാണ് എനിക്ക് ഞങ്ങളൊന്ന് അവിടേക്ക് യാത്ര. ഒരു 8-9 മണിയായിട്ട് അതിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഓട് കൊടുത്ത് വീട്ടിൽ കിടന്ന് ഭയങ്കര നിലവിളി. ഭയങ്കരം പറഞ്ഞാൽ അവിടുത്തെ ചേച്ചി കിടന്ന് ഭയങ്കരമായിട്ട് നിലവിളിക്കുക, ഭയങ്കര കാർച്ച. ഇതെന്താണ് ഞാൻ അവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ മനുഷ്യൻ ആ പുള്ളി മദ്യപിച്ചിട്ട് ഇവരെ ആക്രമിക്കുക. ആരെ? ഈ ഭാര്യയെ ഇയാൾ ഉപദ്രവിച്ചിട്ട് ആ ഉദരം സഹിക്കുക വയ്യാതെ ഈ ഭാര്യ കിടന്ന് നിലവിളിക്കുന്ന സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇത് എന്നെ ചിന്തിപ്പിച്ചു. ഞാൻ ഓർത്തുന്നതാണ്, ഈ മനുഷ്യന് നമ്മൾ ഓട് കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ മഴയത്ത് ആ വീട് നനയാതിരിക്കുന്ന കാര്യമാണ് അയാൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ ഓട് വെച്ച് കൊടുത്തത് കാരണം ഇയാൾക്ക് ഇപ്പം എന്ത് ചെയ്യാം? ഇങ്ങനെ ഭാര്യ ഇഷ്ടം പോലെ തൊഴിക്കാനുള്ളൊരു അവസരമാണ് ഈ വീട് വെച്ച് കൊടുത്തതിലൂടെ നമ്മൾ ചെയ്തു കൊടുക്കും. അത് എനിക്ക് മനസ്സിലായ. ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ ചാരിറ്റി കുറെ ചെയ്ത് നന്നാക്കാൻ നോക്കിയപ്പോൾ സംഭവിച്ചത് വാസ്തവത്തിൽ അവൻ്റെ മദ്യത്തിൽ അവനെ വിടുവിക്കുകയായിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. അത് നമ്മൾ അറിഞ്ഞില്ല. പകരം അവൻ ഓട് വെച്ച് കൊടുത്തു. ആ ഓട് ഇട്ട സമയത്ത് മഴയുടെ സമയത്ത് പണ്ട് പാളയൊക്കെ തിരികെ നനയാതിരുന്നവൻ നല്ല സൗകര്യമാണ് അവൻ്റെ ഭാര്യയെ ഉപദ്രവിക്കുക. അപ്പോൾ എനിക്ക് ഈ ചാരിറ്റി ആക്ടിവിറ്റീസിനോടുള്ള ഒരു വിരക്തി കൂടെ ഉണ്ടാകുകയും ചെയ്തായിരുന്നു. അപ്പം ഇത് എൻ്റെ മനസ്സിൽ സ്വാധീനിച്ച സാഹചര്യങ്ങളാണ്. അവിടെ ആണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഈ അച്ഛൻ, ഈ സാറ് തോമസ് ജോർജ് സാറാണ് എന്നെ വിളിച്ചുകൊണ്ട് KJ സാമുവൽ തിരുമേനിയുടെ അരികിൽ ചെന്ന് ഒരു അപേക്ഷയൊക്കെ എഴുതി കൊടുത്തു. അപ്പം ഞാനോർത്ത് എനിക്കപ്പം ആരാധനയെടുത്ത് പരിചയമില്ല, മറ്റ് യാതൊരു പരിചയമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ മിഷനിൽ എവിടെയെങ്കിലും കൊണ്ട് എന്നെ ആക്കും എന്നായിരുന്നു, എന്നെ ഏൽപ്പിക്കും എന്നായിരുന്നു എൻ്റെ ധാരണ. അപ്പോൾ ഈ ശുശ്രൂഷയിലേക്ക് വന്നപ്പോഴത്തേക്കും വീട്ടുകാർക്ക് സന്തോഷമായി. എൻ്റെ ഇടയ്ക്ക് എൻ്റെ വിവാഹം കഴിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയതാണ് കീരിത്തോട്. അങ്ങനെയാണ് കീരിത്തോട്. അപ്പോൾ കീരിത്തോട് വന്നപ്പോൾ അവിടെ 70ഓളം വീടുണ്ടായിരുന്നു. 70 വീട് 5 മലയിലായിട്ടാണ്. തേക്കുംതണ്ട്, പെരിയാർ വാലി, 5 കുടി, പുന്നയാറ് എന്നൊക്കെ പറയുന്ന 5 മലകളിലായിട്ടാണ് ഈ വീട്ടുകാരെല്ലാം താമസിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കുറേ ഈ സോഷ്യൽ ആക്ടിവിറ്റീസായിട്ടുള്ള ഇടപെടലുണ്ട്. ഞാൻ എല്ലാ വീട്ടിലും പോയി ഒരു സർവേ ഇട്ടു. അപ്പം ഓരോ വീട്ടിൽ എത്ര പേരുണ്ട്, അവർക്ക് എന്തെങ്കിലും സ്ഥലമുണ്ട്, ആർക്കൊക്കെ വീടുണ്ട്, ആർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആരെയൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഈ ലഹരിയോട് എനിക്കൊരു അങ്ങനെ ഓരോ വീട്ടിലും ചെന്ന് ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ക്രോഡീകരിച്ചു. അന്ന് ടാബുലേഷൻ ഷീറ്റുണ്ട്. ടാബുലേഷൻ ഷീറ്റിലൂടെ അപ്പം ഇത്ര വീട്ടുകാർക്ക് വീടില്ല, ഇത്ര വീട്ടിൽ മദ്യപന്മാരുണ്ട്, ഇത്ര വീട് കടബാധ്യതയുള്ളവരാണ്, ഇത്ര വീടുകൾ. അപ്പോൾ അതിന് പേര് സഹിതം നമുക്കറിയാം. ഇന്ന വീടുകൾ ഇന്ന പ്രയാസങ്ങളുണ്ട്, ഇത്ര വീടേ കഷ്ടിച്ചെങ്കിലും ജീവിച്ചു പോകുന്നുള്ളൂ. ഇങ്ങനെ ഒരു കണക്ക് എനിക്ക് കൃത്യമായിട്ട് കിട്ടി. ഇത് കിട്ടിയതിന് ശേഷം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇത് കൃത്യമായിട്ട് എഴുതി ഇത്ര പേർക്ക് വീടില്ല. ഇത് നമ്മുടെ ആരാധനയെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വെക്കാൻ തുടങ്ങി.
കർത്താവേ, ഈ സഭയിൽ ഇത്ര പേർക്ക് വീടില്ലാത്തതുണ്ട്, ഇത്ര പേര് ഇന്ന രോഗത്താൽ കഴിയുന്നവരുണ്ട്, ഇത്ര പേര് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, ഇത്ര പേര് വിവാഹത്തിന് വേണ്ടി ആവശ്യമുള്ളവരുണ്ടല്ലോ. അപ്പൊ ഈ തരത്തിലായിരുന്നു എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന. അത് ജനങ്ങൾ പോലും അറിഞ്ഞില്ലായിരുന്നു, ഇത്രയും കുടുംബമില്ലാത്തവർ, ഇത്രയും പ്രശ്നമുള്ളവരുണ്ട്. അപ്പൊ ആദ്യമായിട്ട് അവർ കേൾക്കുകയാണ്, ഞങ്ങളുടെ പള്ളിയിൽ ഇത്രയും പ്രയാസത്തിലാണ് ജനങ്ങൾ കഴിയുന്നത്, മണ്ണില്ലാത്തവർ ഇത്ര പേരുണ്ട്, ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട്, പ്രായപൂർത്തിയായിട്ടും വിവാഹം കഴിക്കാത്ത ആളുകൾ ഇത്ര ആളുകളുണ്ട്. ഇതെല്ലാം ജനങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ആ ഇടയ്ക്ക് സംഭവിച്ച മറ്റൊരു, എനിക്കിപ്പം ഈ സുവിശേഷ വേദവസ്തുമായിട്ട് വലിയ കണക്ഷൻ ഇല്ല, ജസ്റ്റ് ഞാനിങ്ങനെ സ്ഥിരം ഇങ്ങനെ വായിക്കുമെന്നല്ലാതെ എനിക്ക് അത്ര പ്രസംഗം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര എനിക്ക് പ്രാപ്തിയൊന്നുമില്ല. ആ ഇടയ്ക്ക് സംഭവിച്ചതാണ് ഈ കാമ്പസ് ക്രൂസേഡുകാരവിടെ വന്നു. അപ്പം കാമ്പസ് ക്രൂസേഡുകാർ ഇടുക്കി ജില്ലയുടെ സുവിശേഷീകരണം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഏറ്റെടുത്തുകൊണ്ടാണ് വരുന്നത്. അപ്പം അതിൽ ഉമ്മൻചോൺ എന്നും പറഞ്ഞ കൊച്ചുമോൻ എന്ന് വിളിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം വന്ന് ഇതിൻ്റെ അടുത്ത് കുടുംബമായിട്ട് താമസിച്ചു. അപ്പം വീടുകളിൽ പോയി, ഇവർക്കൊരു 4 ആത്മീയങ്ങൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഈ വീടുകളിൽ പോയി സുവിശേഷം പറയണമെന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിട്ട് നമ്മുടെ യൂത്തിലെ 10-20 പിള്ളേരെ അതിനുവേണ്ടി ഞാൻ അങ്ങ് എക്വിപ്പ് ചെയ്തു. അതാണ് അവിടെയുള്ള എല്ലാ വീടുകളിലും കയറായി മാസത്തിൽ. അപ്പം ഈ ഒരു ജനത്തിൻ്റെ വിഷയത്തിന് വേണ്ടി സാറ് പ്രാർത്ഥിക്കുന്നു. അത് ജനത്തെ സംബന്ധിച്ചോളം അതൊരു പ്രധാന ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അങ്ങനെ വന്നിട്ട് ഈ ഇത്രയും പ്രശ്നമായി വന്നിട്ട് ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ വീട് ഉപവാസം എടുക്കുക. അങ്ങനെ 1, 2, 3-ാമത്തെ കൊല്ലത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസം എടുത്തു. അപ്പം ഇങ്ങനെ വന്നപ്പോൾ സംഭവിച്ച മറ്റൊരു ക്രമീകരണം എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് 5 മലകളിലായിട്ട് ഇവർ താമസിക്കുന്നത്. 5 ആ പ്രദേശത്ത് താമസിക്കുന്നവരെ ഒരു പ്രയർ സെല്ലാക്കി. ഓരോ പ്രദേശത്തെ പ്രയർ സെല്ലാണ്. അപ്പോൾ 5 പ്രയർ സെല്ല് കീഴ്ത്തോട് സഭയ്ക്കായി. അവർ താമസിക്കുന്ന അവിടെ തന്നെ. എന്നിട്ട് ഓരോ ആഴ്ചയിലും ഓരോ ഏരിയയിലും പ്രയർ നടക്കും. അവിടെയും ഈ വിഷയങ്ങളാണ്, ആ പ്രദേശത്തിലെ ആളുകളുടെ വിഷയങ്ങൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വയ്ക്കുക എന്നുള്ളത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ അക്രൈസ്തവരായ ആളുകളും മെല്ലെ എടാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നും പറഞ്ഞ് നമ്മുടെ ഏരിയയിൽ ഇങ്ങനെ വന്നു. അപ്പോൾ 5 എനിക്ക് 5 വർഷമാണ് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. ഈ 5 ശക്തമായ പ്രയർ സെൽ. ഈ പ്രയർ സെല്ലിലൂടെ എല്ലാ ആഴ്ചയിലും ഓരോ ഇടത്തും പ്രാർത്ഥന ഇങ്ങനെ റൗണ്ട് നടക്കും. അത് തീരുന്നതിൻ്റെ മുറയ്ക്ക് നമ്മൾ ഉപവാസ പ്രാർത്ഥന വയ്ക്കും. അങ്ങനെയാണ് ഈ 10-30 ആളുകൾ നമുക്ക് സഭയോട് ആരാധനയ്ക്കും ഒക്കെ കടന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ ഞങ്ങൾ ഒരു 10 ദിവസം നീണ്ടുന്ന ഉപവാസ പ്രാർത്ഥന വയ്ക്കുക. അതായത് 10-ാം ദിവസത്തിലാണ് തിരുമേനി പറഞ്ഞ ഈ ശുശ്രൂഷ അവിടെ ക്രമീകരിക്കാനായിട്ട് ഇടയായി. പിന്നീട് ഞാൻ പറയാം, അത് കഴിഞ്ഞ് എന്നെ തിരുമേനി പഠിക്കാനായിട്ട് വിടുകയായിരുന്നു. പഠിക്കാൻ പോകുമ്പോഴും എനിക്ക് ഞാൻ പറഞ്ഞ ഏറ്റവും ഇളവരായതുകൊണ്ട് വീട്ടിൽ ഒരുപാട് കെട്ടുപാടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പോകാൻ. അപ്പോഴും പഠിക്കാൻ പോകുമ്പോഴും എനിക്കറിയാം ഞാൻ അപേക്ഷ വെച്ചതല്ല, അപേക്ഷ വെച്ചത് ഇടവപ്പട്ടക്കാരനാണ്. അവിടെ അന്ന് ചേലച്ചൂരിൽ നമ്മുടെ തിരുമേനിയുടെ അനിയനായിരുന്ന ഇവിടുത്തെ ഞങ്ങളുടെ പാസ്പോർട്ട് സെക്രട്ടറി നമ്മുടെ ജോസഫ് മാത്യുവച്ചനാണ്. അച്ഛൻ ചെന്ന് എനിക്ക് വേണ്ടി അപേക്ഷ വെച്ചത്. എനിക്ക് ഒരു കാരണവശാലും ഒരു വൈദികനാകാനോ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ ഒരു സ്ഥാനം എടുക്കാനോ എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനോട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ശുശ്രൂഷയ്ക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പരീക്ഷയ്ക്ക് പോകാൻ താല്പര്യമില്ല, ഞാൻ ഇങ്ങനെ ഒരു ഉപദേശിയായിട്ട് ഇവിടെ തന്നെ കഴിഞ്ഞോളാം, എനിക്ക് അതിനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ വിടരുത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചെയ്തപ്പോൾ എന്നോട് ഷൗട്ട് ചെയ്തു. പോയി പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി കാര്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്നോട് ഷൗട്ട് ചെയ്തതനുസരിച്ച് അപ്പോൾ 5 വിഷയങ്ങൾക്ക് ടെസ്റ്റ് എഴുതും. അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് എനിക്കറിയാം കർത്താവിൻ്റെ വേല ചെയ്യാൻ എനിക്ക് പ്രാപ്തിയോ യോഗ്യത ഇല്ല, ഒരച്ഛനാകുക എന്നുള്ള ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ അച്ഛൻ നിർബന്ധിച്ച കാരണം പോയി പരീക്ഷ എഴുതി. ഈ എൻട്രൻസ് എക്സാം പോയി നമ്മുടെ കണ്ണമ്പൂരിൽ എഴുതുക. അപ്പോൾ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തിന് ഞാൻ പോകേണ്ട കാര്യമില്ല. അതിന് എന്തിനാ ഞാൻ താല്പര്യം. പിന്നെ അച്ഛൻ നിർബന്ധിച്ചു, അതുകൊണ്ട് ഞാൻ പോയി പരീക്ഷ എഴുതിയേക്കാം. ഇനി പരീക്ഷ എഴുതിയില്ല എന്നൊരു വിഷയം അത് നല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ BTSന്റെ പരീക്ഷയ്ക്ക് അവിടെ പോയി പരീക്ഷ എഴുതുകയാണ്. ഈ എന്താ സംഭവിക്കുന്നറിയില്ല,
ചോദിച്ച എല്ലാ ചോദ്യങ്ങളും എനിക്കറിയാവുന്ന ചോദ്യം മാത്രമാണ്. അതുകൊണ്ട് ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ഇൻ്റർവ്യൂ എൻ്റെ കൂടെ 10-15 പേര് തന്നെയാണ് ഞങ്ങളുടെ ഹൈസ്കൂളിൽ തന്നെ, അല്ലാതെ എല്ലാം. അപ്പോൾ എല്ലാവരും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ഇങ്ങനെല്ലാം കൊടുക്കുന്നു. ഞാൻ ഏറ്റവും പുറകെ പോയിരുന്നു. അതുകൊണ്ട് എന്നോട് മാർക്ക് എല്ലാവരുടെയും പറഞ്ഞപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കാണ്. ഇതെന്തൊരു കളിയാണ് എന്ന് ഞാൻ വിചാരിച്ചു. ഇതെന്തിനാ എനിക്ക് ഇത്രയും മാർക്ക്? എന്നിട്ട് എന്നോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അന്നേരം പോൾ ഡേവിഡ് തോട്ടത്തിൽ പ്രാവശ്യമുണ്ട്, ഓർമ്മ അച്ഛനായിരുന്നു അത് ക്വസ്റ്റ്യൻ ഇട്ട്, ബൈബിളിൻ്റെ ക്വസ്റ്റ്യൻ. ബൈബിളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് ഇത് പഠിക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ സർട്ടിഫിക്കറ്റ് കൊണ്ടില്ലെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, അവിടെ ഇരുന്ന അച്ഛന്മാരാണ് ചാടി എണീറ്റ്, താനൊക്കെ പിന്നെ എന്തിനാണോ ഇങ്ങനെ വന്നത് ചോദിച്ചു എണീറ്റ് പറഞ്ഞു. നിങ്ങളെപ്പോലെയുള്ളവരല്ലേ സഭയ്ക്ക് വേണ്ടത്? വേദവസ്തു അറിയാവുന്നവർ അല്പം എന്തെങ്കിലും ബോധമുള്ളവരുമാണ് സഭയ്ക്ക് വേണ്ടത്. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാനങ്ങ് വരണ്ടോ, ഇതെന്തൊരു കൃത്യമാണെന്ന് വിചാരിച്ചു. അവിടെ ഇരുന്ന കെ കോശി അച്ഛനാണ് അന്ന് പ്രിൻസിപ്പൾ ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അമരാന്താനി സാറിൻ്റെ ഒരു ബ്രദർ, ഒരു ജോസഫ്, എം പി ജോസഫ്, ആ അച്ഛൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പഠിപ്പിക്കുന്നതാണ്. അച്ഛന് വേണ്ടിയിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. എടോ, നിങ്ങളെയൊക്കെ ദൈവം വിളിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞ് എന്നെ അവർ സമ്മതിപ്പിച്ചു. അവർ പറഞ്ഞ് എത്രയും വേഗം സർട്ടിഫിക്കറ്റ് ഇവിടെ എത്തിച്ചേണം, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. ശരി, എന്നാൽ പിന്നെ പഠിച്ചേക്കാം. അല്ലാതെ ഇങ്ങനെ ഞാൻ പറഞ്ഞത്, നമ്മൾ ചിലവരോട് സ്നേഹപൂർവ്വം പറയുന്ന ചില ഒരു എൻകറേജ്മെൻ്റ് ഉണ്ട്, ജീവിതത്തെ മുഴുവൻ മാറ്റുക. ആ അച്ഛന്മാർ എന്നോട് അന്ന് ഷൗട്ട് ചെയ്തില്ലെങ്കിൽ താൻ എഴുതിയാൾ പോകാന്ന് പറഞ്ഞു, ഓക്കെ, എനിക്കതിന് യാതൊരു തടസ്സമില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ പഠിക്കാനായിട്ട് പറ്റുന്നത്. അപ്പം പഠിക്കണമെന്നുള്ള നിർബന്ധമായി. അന്നേരവും ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പോകാൻ എനിക്ക് പറ്റില്ല. 1 മാസം കഴിഞ്ഞാണ് എനിക്ക് വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം ക്രമീകരിച്ച് പോകാൻ പറ്റില്ല. ഞാൻ ചെല്ലുന്ന അന്ന് അവിടെ ഗ്രീക്കിൻ്റെ, അന്ന് കുരുവിള ജോറേഴ്സിനാണ് നമ്മുടെ പുതിയ നിയമം പഠിപ്പിക്കുന്നത്. അച്ഛൻ പുതിയ നിയമത്തിൽ ഗ്രീക്കിൻ്റെ പരീക്ഷയാണ്. ഗ്രീക്ക് എന്നതാണ്, ബൈബിൾ എന്താണ്, ഭാഷ എന്താണെന്ന് അറിയാതെ കാരണം 1 മാസത്തെ ക്ലാസ് അവിടെ ഓൾറെഡി കഴിഞ്ഞായിരുന്നു എഴുതി. അപ്പോൾ എൻ്റെ സാമ്പത്തിക പ്രശ്നം കാര്യങ്ങളൊക്കെ കാരണം ഞാൻ അവർ പറഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ട് എനിക്ക് താമസം വരുമെന്നൊക്കെ പറഞ്ഞ് താമസിച്ച് വന്ന 1 മാസം താമസിച്ചാണ്. ഇന്നും ആ ലേറ്റ് എനിക്കുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ തിരുവനന്തപുരം വന്നത്. അവിടെ എത്തി പരീക്ഷയുടെ അന്ന് അതൊരു എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമുണ്ട്. അവിടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ബോറടി ഞാൻ മാറ്റിയത്. അതായത് പരീക്ഷ വന്നു. അപ്പം അച്ഛൻ കുറേ ഗ്രീക്ക് വാക്ക് പറഞ്ഞു, അത് ഇംഗ്ലീഷിലേക്ക് മാറ്റണം. പിന്നെ കുറേ ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു, അത് ഗ്രീക്കിലേക്ക് മാറ്റണം. നമുക്കറിയാവുന്ന പോലെ ഈ അച്ഛൻ പറഞ്ഞ ഇംഗ്ലീഷ് മാത്രം ഞാൻ എഴുതി വെച്ചു. ഗ്രീക്കിൻ്റെ ABCD നമുക്ക് അറിയില്ല. പേപ്പർ കൊടുത്തു, പേരൊക്കെ എഴുതി പേപ്പർ കൊടുത്തു. അതിന് അച്ഛൻ ചോദിച്ചു, ഈ പുള്ളി ഇത്രയും കാലം ഞാൻ അറ്റൻഡൻസ് വിളിക്കുമായിരുന്നു, ഇന്നാണല്ലോ ആദ്യം കാണുന്നത് എല്ലാം പറഞ്ഞ് നമ്മുടെ ഇതെല്ലാം മേടിച്ച് എല്ലാം കൊണ്ടുപോയി. പിറ്റേന്ന് റിസൾട്ടാണ്, പിറ്റേ ദിവസം. എന്നിട്ട് എൻ്റെ പേര് വായിച്ചിട്ട് പറഞ്ഞു മാത്തുക്കുട്ടി മൊട്ട. അതാണ് മൊട്ട കിട്ടിയതിൻ്റെ ഭാഗ്യം. അതിനകത്ത് എനിക്കൊന്നും ഇതറിയില്ലല്ലോ, ഗ്രീക്ക് എഴുതിൻ്റെ ഒരു അക്ഷരം പോലും അറിയത്തില്ല. ബാക്കിയുള്ളവർക്കെല്ലാം നല്ല കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ മൊട്ട കിട്ടിയ ഈ പേപ്പറുമായിട്ട് അതെന്നെ അങ്ങ് അല്ലാതെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ദൈവം എന്നെ ഈ സെമിനാരിൽ കൊണ്ട് ചേർത്തു. ഇവിടെ ഇത് പഠിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഈ മൊട്ടയായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ അന്ന് 15-ാം നമ്പർ റൂമാണ് ഞങ്ങൾക്ക് താമസിക്കുന്നത്. ഞാൻ ഇപ്പോഴത്തെ അവിടെ പഠിപ്പിക്കുന്ന എനിക്ക് പ്രസാദ്, പിന്നെ സൗത്ത് കേരളയിലെ ഒരു പേര് പെട്ടെന്ന് വിട്ടുപോയി, 6 ഞങ്ങൾ 3 പേരായിരുന്നു താമസിക്കുന്നത്. ഞാൻ അന്ന് വെച്ച് മുട്ട കിട്ടിയ പേപ്പറുമായിട്ട് അവിടുത്തെ കട്ടിലിൻ്റെ അവിടെ അത് മുട്ടുകൂട്ടി. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഇവിടെ വന്നത്, പക്ഷേ ദൈവകൃപയാൽ ഇവിടെ ഈ സ്റ്റേജ് വരെ എത്തി. എനിക്ക് അവിടെ നിന്ന് എന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കിഷ്ടമാണ്. വേദപുസ്തകത്തിൻ്റെ ബേസിക് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണല്ലോ. അവിടെ എങ്ങനെ എനിക്കത് പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നോട് മനസ്സലിയണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ
സൗണ്ട് പോലെ എന്താണ് എഴുതി എഴുതി പഠിക്കണം എന്നത്. ഏത് എഴുതി എഴുതി പഠിച്ചോ. അത് ഞാൻ അങ്ങ് സ്വീകരിച്ചു. എന്നിട്ട് എഴുതി എഴുതി പഠിക്കാൻ ദൈവം റെഡിയാക്കി. ദൈവകൃപയാൽ 4 വർഷം അവിടെ പഠിച്ചപ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ എല്ലാ വിഷയത്തിലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാനും ഗ്രീക്കും ഹീബ്രുവിലും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുവാനും ഗോൾഡ് മെഡലോട് വാങ്ങി പോകുവാനും പുറത്ത് ശുശ്രൂഷയിൽ പ്രവേശിപ്പാനും ദൈവം സഹായിച്ചു. ഇത് എൻ്റെ യോഗ്യതയല്ല, അത് എന്നിൽ സംഭവിച്ചത്. എന്നെ ഏൽപ്പിച്ചു കൊടുത്തു, പഠിക്കാൻ ഏൽപ്പിച്ചു, പൂർണ്ണമായിട്ട് പഠിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഈ വൈദിക ശുശ്രൂഷ സത്യം പറഞ്ഞ് എനിക്ക് കുപ്പായി ഇടാനുള്ള യാതൊരു യോഗ്യതയില്ല. കാരണം ഞാൻ അത്രമാത്രം കർത്താവിനെ വേദനിപ്പിച്ചതാണ്. ആ കർത്താവിൻ്റെ ആ ശുശ്രൂഷയുടെ ഭാഗമായി തരിക എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിനുള്ള അയോഗ്യത മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഈ ശുശ്രൂഷ ഞാൻ പ്രതീക്ഷിച്ചത്. ഇന്നും ഓരോ വഴിയിലും പോകുമ്പം ഈ എഴുതി പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇന്നും ചെയ്യുന്നുണ്ട് കേട്ടോ. ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായം 1-ാം വാക്യം മുതൽ വെളിപ്പാട് വരെ എത്ര ആവർത്തി എഴുതി പഠിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം ആയിരുന്നു പഠിച്ചത്. വേദപുസ്തകമായിട്ട് നിരന്തരം വായിക്കുക മാത്രമല്ല, ആ വായിച്ചതിനകത്ത് ഉള്ള ദൂരം എന്താണെന്ന് എഴുതിയിടും. അങ്ങനെ ദൈവകൃപയാൽ 2002 മുതൽ ഈ ശുശ്രൂഷ ഇങ്ങനെയാണ് ഞാൻ ചെയ്തു വരുന്നതിനിടയിലാണ് ഒരിക്കലും ആഗ്രഹിക്കാതെയാണ് MDH ഞാനും അച്ഛനും ഒരുമിച്ച് ഞങ്ങൾക്ക് FMRC പഠിക്കാനായിട്ട് ശ്രമിച്ചു. അത് ഒരുപാട് സ്ട്രഗിളിനിടയിൽ അത് ദൈവകൃപയാൽ അത് പഠിച്ച് തീർന്നപ്പോഴാണ് ഈ ഇലക്ഷനാണ്. അത് എങ്ങനെയാണ് ഞാൻ വന്ന് കയറിയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ എൻ്റെ മുന്നേ എനിക്ക് നമ്മുടെ സ്നേഹിതരെല്ലാം കൂടെയാണ് പേര് കൊടുത്ത് ഒപ്പുക്കൊക്കെ ഇട്ട് ഈ മത്സരത്തിലേക്ക് വന്നു. എനിക്ക് ബിഷപ്പായിട്ട് ഒരു സ്ഥാനം എനിക്ക് വേണ്ട. എനിക്ക് ആ കർത്താവിൻ്റെ വേല എങ്ങനെയും ചെയ്ത്. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഉപദേശിയായിരുന്ന കാലത്ത് ചെയ്ത പോലെ വേല ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അച്ഛനായി കഴിഞ്ഞപ്പോൾ പിന്നെ കല്യാണമായി, കെട്ടായി, കമ്മിറ്റിയായി, മീറ്റിംഗായി, അതായി അങ്ങനെ സ്റ്റാർട്ടഡായി. ഞാൻ എൻ്റെ ശുശ്രൂഷകളോട് ഞാൻ പറഞ്ഞു കൊടുക്കും, നമ്മുടെ വേല ഭംഗിയായിട്ട് പോകണമെങ്കിലും എൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമാണ്. ഒരിക്കലും സ്ഥാനങ്ങൾ പ്രതീക്ഷിക്കരുത്. അത് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് വന്ന് കയറും. ഞാൻ തിരുമേനി പറഞ്ഞാൽ ഞങ്ങൾ തിരുമേനിയെ സെലക്ട് ചെയ്ത് ഞങ്ങൾ കൈയ്ക്ക് കൊടുത്തു. അന്ന് തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ നിന്ന് ക്രമീകരിച്ചു. ഓഫീസിലെല്ലാം വിവരം അറിയിച്ചു, കാര്യങ്ങളെല്ലാം അറിയിച്ചു, എല്ലാം സെറ്റപ്പ് ചെയ്തു. അങ്ങനെ അതായത് കൂടെ നിന്ന ചിലർ അവർക്ക് പ്രയാസം തോന്നി, അയ്യോ ഞങ്ങൾ അവരെ തിരഞ്ഞെടുത്തില്ലല്ലോ. നമ്മളെന്തിനും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരാളെ ബിഷപ്പായാൽ മതി, ഒരു ബിഷപ്പ് ആകാവും. അത് ദൈവത്തിന് ഇഷ്ടമാണ്, ദൈവം തിരഞ്ഞെടുക്കും. അതിനുള്ള മുഖാന്തരങ്ങളോട് തീരുമാനം എടുക്കും. അതിന് ഞാനെന്തൊരു പ്രയാസം വന്നു. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ തിരുമേനി ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് പോരുമായിരുന്ന. അങ്ങനെയാണ് തിരുമേനി എന്ത് ചെയ്തു, ഡയസിൻ്റെ ഈ ഫൈനാൻസ് കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 2019 മുതൽ ദൈവകൃപയാൽ ഇങ്ങനെ ഒരുമിച്ച് പോരുകയാണ്. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ഒന്നില്ല. എനിക്ക് എപ്പോഴും ഈ ഗലാത്യലേഖനം 2:20 വലിയ ഇഷ്ടമാണ്. ഞാനോ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. ക്രൂശിക്കപ്പെട്ട സെൽഫാണ് ഞാൻ. എനിക്കൊന്നും വേണ്ട. എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. അത് മാത്രമേ നമുക്ക് ഉള്ളൂ. അത് നമുക്ക് ലഭിക്കുന്ന ഏത് അവസരം അതിനുണ്ടോ അതിനകത്ത് മാക്സിമം നമ്മൾ അതിൻ്റെ ഭാഗമായി തീരുക. ഈ ഒരു നിലയിലാണ് ദൈവകൃപയാൽ ഞാൻ ഈ നാളുകളിൽ ദൈവം ഞങ്ങളെ നടത്തുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇത് സഭയുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് മഹായിടവയുടെ സപ്പോർട്ട്. ഞാൻ ഈ 8 വർഷം സെമിനാരിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചപ്പോൾ എനിക്ക് തോന്നേണ്ട 30 ലക്ഷത്തിലധികം രൂപ ഇതിന് ചിലവഴിക്കപ്പെട്ടിട്ടുണ്ട് പഠനമായിട്ട് ബന്ധപ്പെട്ട്. ഇതിൽ 1 ലക്ഷം രൂപ പോലും എനിക്ക് സ്വന്തമായിട്ടില്ലായിരുന്നു. ഇതെല്ലാം മഹായിടവയിൽ നിന്നും ദൈവമക്കളുടെ സഹായവും അവരിലൂടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റും. എൻ്റെ യാതൊരു പ്രാപ്തി അല്ല, അതിനുള്ള ഒരു ഇൻകം ഒന്നുമുള്ള ഒരു സാഹചര്യമല്ല എൻ്റെ കുടുംബത്തിനുള്ളത്. പക്ഷേ ദൈവം ഒന്നിനൊരു തടസ്സം വരുത്താത്ത രീതിയിൽ എല്ലാം കൃത്യമായി ഓരോരുത്തരിലൂടെ വാങ്ങി.
നമ്മൾ ഞാൻ പിന്നെ ബി ഡിക്കൊക്കെ പഠിക്കുമ്പോൾ ചില സ്വപ്പം സാമ്പത്തിക ആവശ്യങ്ങളേറെ, കാരണം ഒരുപാട് പേപ്പർ പ്രസൻറ്റേഷൻ ആണ്, ഒരുപാട് വരും. അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ ഒരുപാട് വരും. അപ്പോൾ ഞാൻ പൈസ ഇല്ലാതൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഓഫീസിലോട്ട് വിളിക്കുവേ. ഓഫീസിൽ വിളിച്ചിട്ട് ട്രഷറർ അച്ഛനെയോ അല്ലെങ്കിൽ അക്കൗണ്ടന്റിനെ വിളിക്കും. അപ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ടെന്ന് അറിയോ, ഇന്ന് ആളുകൾ സെൻട്രൽ ഫണ്ടുമായിട്ട് വരും, സഭയിൽ ആയിട്ടുള്ള ലെവിയായിട്ട് വരും, അപ്പോൾ അത് നിന്ന് തന്നേക്കാം, പേടിക്കണ്ട കേട്ടോ. അപ്പം ഞാൻ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ജനം അവരുടെ സ്തോത്രകാഴ്ചയിൽ നിന്നും പണം മാറ്റിവെച്ചത് മഹായിടങ്ങൾ നടക്കുമെന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നോക്കിയാൽ ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ വളരെ ലിങ്ക്ഡാണ് നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ കുടുംബജീവിതം, അതുപോലെ തന്നെ നാം ആയിരിക്കുന്ന സഭയിലെ ജനങ്ങൾ, നാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ശുശ്രൂഷ മണ്ഡലങ്ങൾ, നാം ആയിരിക്കുന്ന നമ്മളെ ഓരോ സ്ഥാനത്താക്കുന്ന മഹായിടവക, ഇവയെല്ലാം ചേരുമ്പോഴേ നമ്മളുള്ളൂ. ഇതെല്ലാം ചേരുമ്പോഴേ നമ്മളുള്ളൂ. അതായത് നമുക്ക് ഒറ്റയ്ക്കായിട്ട് ഒരു എൻറ്റിറ്റി ഇല്ല, നമുക്ക് ഒരുമിച്ച് പോകേണ്ടവരാണ്. അടുത്ത കാലത്ത് ദൈവം എനിക്ക് അതിന് തന്ന ഒരു ഐഡിയ ആണ് ഈ വള്ളംകളിയുടെ കാര്യം. വള്ളംകളിയില്ല, ഓണത്തിനൊക്കെയുള്ള വള്ളംകളി. ഈ വള്ളംകളിയിലൊരു കാര്യമുണ്ട്. ഈ വള്ളത്തിൻ്റെ ഷേപ്പ് തന്നെ ഒരു വ്യത്യസ്തമാണ്, നമുക്കറിയാം. ചുണ്ടൻ വള്ളമൊക്കെ ആണെങ്കിൽ അത്. അപ്പോൾ ഈ തുഴയാനുള്ള പാർട്ടുകളെല്ലാം ഈ രണ്ട് സൈഡിലാണ്, എല്ലായിടത്തും ഇങ്ങനെ നിരന്ന് ഇരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് തുഴഞ്ഞാൽ ഈ സാധനം വിജയത്തിൽ എത്താൻ പറ്റും. എല്ലാവരും ഒരുമിച്ച് തുഴയണം. അപ്പോൾ എന്നെ നടുക്കായിരിക്കും, അവൻ എനിക്ക് തുഴയാൻ മനസ്സില്ല, അല്ലെ എന്നെ അങ്ങനെ ഫ്രണ്ടിൽ ഏറ്റവും പുറകിലായിരിക്കും, എനിക്ക് തുഴയാൻ മനസ്സില്ല. ഈ ഒരു മനോഭാവം വന്നാൽ ഒരിക്കലും ഈ വള്ളം മുമ്പോട്ട് പോകുന്നില്ല, വിജയിക്കത്തുമില്ല. ഈ നമ്മളുടെ കൊല്ലം കൊട്ടാരക്കര മഹായിടവക എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു വള്ളമായിട്ട് ചിന്തിച്ചാൽ അതിൻ്റെ ഫൈറ്റേഴ്സാണ് ഇതിലെ അച്ഛന്മാരും അതേ ഇവാഞ്ചലിസ്റ്റും ചർച്ച് വർക്കേഴ്സും എല്ലാവരും ആണ്, സ്ത്രീ പ്രവർത്തകർ എല്ലാവർക്കും. നമ്മളെല്ലാം ഒരുമിച്ച് തുഴഞ്ഞാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പറ്റൂ. ആരെയും തുഴയാതിരുന്നാലും നേരെ മറുകോട് തുഴ പിടിച്ചാലും ഉണ്ട്, ആ ഫൈറ്റിൽ നമ്മൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരുമിച്ച് പോകാം, ഒരുമിപ്പിക്കുന്നതിന് ഉള്ള തടസ്സങ്ങൾ ഏറെ ഉള്ള ഈ ലോകത്തിൽ എങ്ങനെ ഞാൻ പറഞ്ഞ നമ്മുടെ മഹായിടവക എനിക്കൊരു ആഗ്രഹം എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഇതാണ്. മറ്റ് ഇതര മഹായിടവകളിലും വളരെ പ്രത്യേകതയുള്ളതും വളരെ ബിബ്ലിക്കലായിട്ട് പ്രവർത്തിക്കുന്നതുമായ ഒരു സംവിധാനം ആയിട്ട് നമുക്ക് മാറണം. അതിന് നമ്മുടെ മനസ്സുകളെ നമ്മൾ ഒരുമിപ്പിക്കണം. നമുക്ക് ഒരുമിച്ച് നിൽക്കാതെ, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാതെ ഒരിക്കലും ഒന്നും മുമ്പോട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പം അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതിനുവേണ്ടിയുള്ള ഒരുക്കവും മനഃപൂർവമായ സമർപ്പണം, അല്ലെ, അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ദൈവം നമ്മളെ വളർത്തും ഉയർത്തും എന്നുള്ള യാതൊരു സംശയമില്ല. ഞാനിത് പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷ 2002 ഞാൻ വൈദികനാകുന്നത്. അന്ന് മുതലുള്ള 2025 വരെയുള്ളതാകും. അതിനു മുമ്പ് 5 വർഷം ഞാൻ ഉപദേശിയായിട്ട് വർക്ക് ചെയ്തു. അതിനു മുമ്പ് 8 വർഷം ഞാൻ തിരുമേനി ഓർപ്പിച്ചുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൽ ജനങ്ങളുടെ പ്രയാസങ്ങൾ ചാരിറ്റി ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനിടയായി. കൂടാതെ 8 വർഷത്തിനിടയിൽ അവധിയെടുത്ത് പഠിക്കാനും സാധിച്ചു. ഇത്രയും കാലത്തിലെ ജീവിതത്തിലൂടെ ദൈവം എനിക്ക് നൽകിയ അനുഭവങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ ആ പ്രവർത്തന ശൈലി ക്രമീകരിക്കുകയാണ് വേണ്ടത്. ഇനി വേദപുസ്തകവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തീമുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടെ ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തിരുമേനി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ തീം വളരെ റെലവൻ്റ് ആണ് നമ്മൾ യാതൊരു സംശയം. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടും. സാധാരണ ഇങ്ങനെ ഒരു തീം എതിർത്ത് നിൽപ്പിൻ, പോരാടുവിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശക്തിപ്പെടുവിൻ, പോരാടുവിൻ എന്ന് പറയുന്ന ആ ഒരു ദർശനം വളരെ റെലവൻ്റ് ആണ് എന്നുള്ള യാതൊരു സംശയമില്ല. അതിനെക്കുറിച്ച് തിരുമേനി ഓരോ തീം എടുക്കുമ്പോഴും ഞാൻ അതിന് പറ്റിയ വാക്ക് തന്നെ നടക്കും. അപ്പോൾ എനിക്ക് മൊബൈലുണ്ട്, അതിനകത്ത് ഈ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിനകത്ത് മുഴുവൻ. അതിന് ഗ്രീക്ക് ബൈബിള്, ഹീബ്രു ബൈബിള്, മറ്റു വിവിധത്തിലുള്ള പല ട്രാൻസ്ലേഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട സർമൺസ്, അങ്ങനെ ധാരാളം സംവിധാനങ്ങൾ അതിനകത്ത് ഈ നാളുണ്ട്. ഞാൻ
സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രീക്ക് ക്രിസ്ത്യൻസായിട്ട് ഗ്രീക്കും അതുപോലെ ഹീബ്രുവും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നവരെ നമ്മൾ എത്രമാത്രം വന്ദിക്കണമെന്നറിയാം. കാരണം അത് എല്ലാവർക്കും സൗജന്യമായിട്ട് കിട്ടാൻ വേണ്ടി എന്ത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഓരോ സിംഗിൾ വേർഡ്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, ഇംഗ്ലീഷിലുള്ള പ്രൊനൗൺസിയേഷൻ, അതിൻ്റെ വിവിധ ഡിക്ഷണറിയിലുള്ള അതിൻ്റെ പ്രയോഗങ്ങൾ, വേദപുസ്തകത്തിലെ അത് എവിടെയെല്ലാമാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വേണ്ട ഒരു ഒറ്റ സിംഗിൾ വേർഡ് ഉപയോഗിച്ച് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അവർ അതുപോലെ ബന്ധപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ സത്യത്തിൽ മഹാമടിയന്മാരാണെന്ന് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല, ഈ അവിടെ ഉപയോഗിക്കുന്ന ആരാധനക്രമവും പാഠപുസ്തകവും ഒരു ആപ്പിലാക്കി കിട്ടിയാൽ ഈ കാലത്ത് കുറേ കൊള്ളാം എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. ചിലർ അത് വേണ്ടാന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവരുണ്ട്. എങ്കിൽ പോലും ഈ അഡ്വാൻസ് ആയിട്ട് ഈ വിദേശത്തുള്ള ഈ പാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് ഈ ഗ്രീക്ക് ബൈബിള്, ഹീബ്രു ബൈബിള്, അതിൻ്റെ ഓരോ വേർഡ് സ്റ്റഡിയും വളരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് സൗജന്യമായി എല്ലാവർക്കും കൊടുത്തു വെച്ചിരിക്കുക ഈ ലോകത്തിൽ. എന്തിന്? ദൈവവചനം എല്ലാവരിലും എത്തണം എന്നുള്ളതാണ്. എന്നെ ചിന്തിപ്പിച്ചൊരു ഇതോട് ബന്ധത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഞാൻ തീമിൻ്റെ ഭാഗമല്ല, എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യം എന്ന് പറയുന്നത് ഈ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു പ്രയോഗം നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? ഇതിനുശേഷം സകല ബഹുപുരുഷാലും, സകല ജാതിയിൽ നിന്നും, സകല ഗോത്രത്തിൽ നിന്നും, സകല ഭാഷയിൽ നിന്നും, സകല വംശത്തിൽ നിന്നുള്ള ബഹുപുരുഷാലും കയ്യിൽ കുരുത്തലയുമെന്തി രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് ആർക്കുന്നു. ഇതാണ് ആ വാക്യം, നമുക്ക് പരിചിതമാണ്. അപ്പം ഞാൻ ഈ വാക്യം കണ്ടുപിടിച്ചിട്ട് ഇത് എങ്ങനെയാണ് ആയോഗ്യമാകുന്നതെന്ന് ചിന്തിച്ചു. സത്യം പറഞ്ഞാൽ അന്നേരമാണ് നമ്മുടെ പോരായ്മ എനിക്ക് മനസ്സിലായി. സകല ഭാഷയും, സകല ജാതി, സകല വംശം എന്നുള്ള ഒന്ന് വെച്ച് ഞാൻ ലോകത്തിൽ എത്ര ഭാഷയുണ്ടെന്ന് സെർച്ച് ചെയ്തു. ലോകത്തിൽ മൊത്തം ഭാഷ ഉണ്ടെങ്കിൽ അതിനകത്ത് 7000-ഓളം ഭാഷയുണ്ടെന്നും 3500 ഭാഷയ്ക്ക് ലിപികളുണ്ടെന്നും പല ഭാഷയ്ക്കും 3500-ഓളം ഭാഷയ്ക്ക് ലിപികൾ ഇല്ലാത്തതാണെന്നും മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചേട്ടാ ഈ 7000 ഭാഷക്കാരും അവിടെ വരണമല്ലോ. ഏത് പാടാൻ? രക്ഷയുടെ പാട്ട് പാടാൻ. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നതിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് സകല ജാതിയിൽ നിന്നും, സകല ഗോത്രത്തിൽ നിന്നും, സകല ഭാഷയിൽ നിന്നും, സകല വംശത്തിലുള്ളവർ ആർക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ഭാഷക്കാരും വരണമല്ലോ, എല്ലാ ഭാഷക്കാരും അറിയണ്ടേ. അപ്പോൾ എല്ലാ ഭാഷക്കാരും ഈ യേശുവിനെ അറിഞ്ഞോ എന്നറിയാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നെഞ്ചു പൊട്ടിപ്പോയി. എന്നാന്നറിയാമോ? 786 ലാംഗ്വേജിൽ മാത്രമേ ഫുൾ ബൈബിൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. അതായത് 800 താഴെ. മൊത്തം പുതിയ നിയമവും അതോടൊപ്പം തന്നെ ബൈബിളിലെ ചില പുസ്തകങ്ങളും മാത്രമായിട്ട് മൊത്തം ഭാഷയെ കമ്പയർ ചെയ്താൽ 3500-ഓളം ഭാഷയിൽ എത്തിയിട്ടുണ്ട്. ലിപിയുള്ള എല്ലാ ഭാഷയിലും ഇതുവരെ മുഴുവൻ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിട്ടില്ല. സഭയുടെ വളർച്ചയും ചരിത്രം പറയുമ്പോൾ എത്ര നമ്മൾ പറയും? 2000 എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ട് ഇതെങ്ങനെ സാധിക്കും? ഈ 800 ഭാഷയിൽ പോലും മുഴുവൻ ബൈബിൾ ഇതുവരെ എത്ര ശ്രമിച്ചിട്ടും ബൈബിൾ സൊസൈറ്റി ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും വളരെ ശക്തമായി ശ്രമിക്കുന്നു. എന്നിട്ട് പോലും നമുക്ക് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തെ ഈ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് ക്ലെയിമാണ് നമുക്ക് പറയാനുള്ളത്? നമുക്ക് ക്രിസ്ത്യാനി എന്ന് പറയാൻ എന്താ യോഗ്യത? ഒരു രീതിയിൽ പറഞ്ഞാൽ വില്യം കേറി വന്നിട്ട് 40 ഭാഷ പഠിച്ചിട്ട് അതങ്ങ് ഇന്ത്യൻ ഭാഷയിൽ വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് തന്നെങ്കിൽ നമ്മൾ ഏത് ഭാഷ പഠിച്ചു? നമ്മുടെ മക്കളെ നമ്മൾ ഏതിന് വിട്ടു? അപ്പം വേദപുസ്തകത്തെ നമ്മൾ വെറുതെ വായിച്ചു വിടുന്നതല്ലാതെ അതിൻ്റെ പ്രായോഗികതയിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. അത് പേഴ്സണലായിട്ടും ഇത് ഒരു ഇതായിട്ടാണ്. ഇനിയിപ്പം നോക്കുക, ഇപ്പം അവിടെ 2 ഭാഷയല്ലേ ഇതിന്, പിന്നെ നമ്മൾ 2 ലിപി ഇല്ലാത്ത 2 ഭാഷയിൽ നമ്മൾ മന്നാ ഭാഷയിലും മുതോ ഭാഷയിലും പുതിയ നിയമം ചെയ്തു. അത് നമ്മുടെ മിഷണർമാർ ഉൾപ്പെടെ തിരുമേനിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ILTC ഒരു സംവിധാനം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. NLTC. അപ്പോൾ ഞാൻ പറഞ്ഞത് ശുശ്രൂഷ മിഷൻ എത്ര വിശാലമാണ്. നമ്മൾ വിചാരിച്ചത് എല്ലാം തികഞ്ഞെന്നാണ്, 2000 വർഷമായതാണ്, അല്ലെങ്കിൽ 200 വർഷം പാരമ്പര്യമാണ് എല്ലാം പറഞ്ഞു. പക്ഷെ ഒന്നും ആയിട്ടില്ല.
ഞാൻ പറഞ്ഞാലും അതുകൊണ്ട് പിന്നെ അതുപോലെ ജാതികളുടെ എണ്ണം നോക്കി, എല്ലാ ജാതികളുമാണെന്നാണല്ലോ. അന്നേരം തന്നെ 3000-ൽ പരം ജാതികൾ ഈ ലോകത്തിലുണ്ട്. അതിൽ ഭൂരിപക്ഷം ഇന്ത്യക്കാരാണ്. ജാതികൾ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി ഉള്ളത് രാജ്യം ഇന്ത്യയാണ്. അപ്പം സകല ജാതികളും സകല ഗോത്രവും സകല ഭാഷയും സകല വംശത്തിലുള്ളവരും എന്ത് ചെയ്യുന്നതാണ്? ദൈവം ഒന്ന് സ്തോത്രം പാടുന്നതാണ്, രക്ഷയുടെ പാട്ട് പാടുന്നതാണ്. ഇതെങ്ങനെ സാധിക്കും? നമ്മളിങ്ങനെ മൗനമായിട്ടിരുന്നാൽ, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ, നമ്മൾ ആ ഒരു മിനിസ്ട്രി നമുക്കൊന്ന് ബൂസ്റ്റപ്പ് ചെയ്തില്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ദൈവം വേറൊരു കാര്യം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? അന്യജാതിക്കാരെ കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അന്യജാതിക്കാരെ ഏത് നമ്മൾ അവിടെ ചെന്നിട്ട് ശുശ്രൂഷ ചെയ്യാത്തതുകൊണ്ട് ദൈവം അവരെ ഇളക്കി നമ്മുടെ രീതിയിൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇത്. നമ്മളവിടെ എന്താണ് ചെയ്യുന്നത്? ഈ എന്താണ് നമ്മുടെയൊക്കെ ശുശ്രൂഷയെ നമ്മളൊന്ന് വാല്യൂറ്റ് ചെയ്യുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് ഒരു ക്ലെയിമിനും അവകാശമില്ല. ഏത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ 2.5% നടക്കുന്ന പാർട്ടീസാണ് നമ്മൾ പറയുമ്പോൾ AD 52 മുതൽ ഞങ്ങൾ എന്ന ചരിത്രം എന്ന് പറയും. ചുമ്മാ യാതൊരു പ്രയോജനമില്ലാത്ത കുറേ അവകാശവാദങ്ങൾ കൊണ്ട് നമ്മൾ നടക്കാതെ ഈ മഹായിടവയിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ചേഞ്ച്, ഡ്രാസ്റ്റിക് ചേഞ്ച് ശുശ്രൂഷ രംഗത്ത് കൊണ്ടുവരും. അതിനുള്ള ഒരു 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 പവർ സെൻ്ററായിട്ട്, പവർ ഹൗസായിട്ട് നമ്മുടെ ഈ കൺവെൻഷൻ മാറണമെന്നാണ് എനിക്ക് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്. അതിൻ്റെ നമ്മൾ തിരുമേനി, ഞാൻ പറഞ്ഞത് തിരുമേനി ഈ ടീം വന്നപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങൾ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചത് എനിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയാതെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മൾ വരുന്നില്ല. 2 പത്രോസ് 2:4 വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ കാത്തലിക് ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന ലേഖനങ്ങൾ പൗലോസിൽ നിന്നും അല്പം വ്യത്യസ്തമായി തന്നെയാണ് കാണപ്പെടുന്നെങ്കിലും, യേശു ആരാണെന്ന് മനുഷ്യരിൽ ആദ്യമായി പ്രഖ്യാപിച്ചതായിട്ട് പറയപ്പെടുന്ന പത്രോസ് തനിക്ക് ലഭിച്ച അറിവിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു വാക്യം എഴുതി നമുക്ക് തന്നത് ഞാൻ അത് ശ്രദ്ധിക്കാനില്ല. ഒന്ന് വായിക്കാമോ? 2 പത്രോസ് 2:4. ഇവിടെ പറയുന്നൊരു പാപമുണ്ട് അല്ലേ? പാപം ചെയ്ത ദൂതന്മാർ. ഇപ്പൊ ഈ ആദിപാപം എന്നും പറഞ്ഞ് നമ്മൾ പറയുന്നതല്ല പത്രോസ് പറയുന്നത്. പത്രോസ് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ പറയാം. പാപം ചെയ്ത ദൂതന്മാർ എന്നാണ് പറയുന്നത്. ഇതിന് സമാനമായ പ്രവചനത്തിൽ, എസ്കേൽ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്. 28-ാം അധ്യായത്തിൽ 28-ാം അധ്യായം 15-ാം വാക്യം. അപ്പം നീതികേട് കണ്ട അതിന് ഒരു മാതൃകാ മുദ്ര അല്ലെങ്കിൽ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു വേദഭാവമാണ് നമുക്കറിയാം. നിർമ്മിക്കപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിലയേറിയത് എന്ന് പറയാൻ കഴിയാത്തതിനാൽ പ്രപഞ്ചത്തിലുള്ള കുറേ നവരത്നങ്ങളുടെ പേരൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അവർ സഞ്ചരിക്കുന്നവരാണ്, അവർ സംഭാഷണങ്ങൾ നടത്തുന്നവരാണ് എന്നൊക്കെ നിലയിലുള്ള അപ്പോൾ ഈ ദൂതന്മാർ ഈ വാക്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ സാധാരണ പ്രസംഗിക്കാറുള്ള യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്ന ഈഗോയുടെ ഒരു പ്രതീകം എന്ന നിലയിൽ നമ്മൾ വായിക്കാറുള്ള 12 മുതൽ വാക്യത്തിൽ, അരുണോദയപുത്രനായ ശുക്രാ, നീ എങ്ങനെ ആകാശത്ത് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ നിട്ടേറ്റ് നിലത്ത് വീണു, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾ മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ ഞാൻ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നിരുളും, ഞാൻ മേഘോന്നതൾക്ക് മീതെ കയറും, ഞാൻ അത്യനോട് സമനാകും. അങ്ങനെ കുറേ ഈഗോയുടെ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടെ സൂചിപ്പിക്കുന്നു. അതിനെയും താഴേക്ക് തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ നീ പാതാളത്തിലേക്ക് നാശത്തിനടിയിലേക്ക് തന്നെ വീഴും എന്ന് 15-ാം വാക്യത്തിൽ പറയുന്നു. ഇതിന് സമാനമായി യേശു പറഞ്ഞൊരു വാക്കുണ്ട്. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൽ 18-ാം വാക്യം. എന്താണ്? സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ
കണ്ടു എന്ന് ഈ വാക്യങ്ങളെല്ലാം നമ്മൾ ഇതിന് സമാനമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഈ പാപത്തിന്റെ ആദ്യ പാപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയായ ദൂതന്മാരിൽ ഒരു വിഭാഗം എന്ന നിലയിലേക്ക് ഉള്ള ആ വാദത്തെ സാധൂകരണം ലഭിക്കുക ഈ വാക്യങ്ങൾ. യേശു അത് പറയുന്നു, പ്രവാചകന്മാർ പറയുന്നു, അതുപോലെ അപ്പോസ്തലന്മാർ ഇത് ആവർത്തിക്കുന്നു. പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും അതുപോലെ ക്രിസ്തുവും പറയുന്ന കാര്യമാണ് ഒരു വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ മൂലക്കലായിരിക്കെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും അടിസ്ഥാനത്തുള്ള പഠനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൂതന്മാരെ കുറിച്ചുള്ള എണ്ണത്തെക്കുറിച്ചുള്ള പരാമർശം നമ്മളൊരു വിഷയം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദൂതന്മാരെ കുറിച്ചുള്ളൊരു പരാമർശം അവരുടെ 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തെ 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം 11-12. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1000 ആയിരുന്നു. അതിൻ്റെ ബേസിക് ലാംഗ്വേജിൽ പറയുമ്പോൾ 1000 മടങ്ങ് 1000 10,000 മടങ്ങ് 10,000 എന്നാണ് പറഞ്ഞാൽ 10,000-ത്തെ 10,000 പ്രാവശ്യം തമ്മിൽ എഴുതി ഗുണിച്ചാലും 1000-ത്തെ 1000 പ്രാവശ്യം എഴുതി ഗുണിച്ചാലും ലഭിക്കുന്ന ഒരു റിസൾട്ടാണ് ദൂതന്മാരുടെ എണ്ണത്തെ കുറിച്ച് പറയാനായിട്ട് ഈ വാക്യത്തിലൂടെ നമ്മൾ കാണുന്നു. പറഞ്ഞാൽ ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവദൂതന്മാരുമായി ബന്ധപ്പെട്ട ഇടമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്കെല്ലാം വളരെ സുപരിചിതമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന ആ പ്രയോഗം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇംഗ്ലീഷിൽ അതല്ല. എന്താണ്? ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദ എർത്ത് എന്നാണ്. സ്വർഗങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് പറയുക. പക്ഷെ എന്തുകൊണ്ടാണോ നമ്മൾ ഈ സ്വർഗങ്ങളെ കുറിച്ച് നമുക്ക് പഠനം കുറവാണ്. നമ്മൾ പിന്നെ ഭൂമിയും അതിൻ്റെ ബാക്കിയും പഠിച്ച് പോരുന്ന പാർട്ടികളാണ്. അപ്പോൾ ഇവിടുത്തെ സൂചന അനുസരിച്ച് ഹെവൻസ് ബർഷിത്ത് ബാറ ഏലോഹിം എത്ത് ഹ ഷാമയും എത്ത് ഹ എറസ്, അങ്ങനെയാണ് അതിൻ്റെ ഒറിജിനൽ ടെൻസ് നമുക്കറിയാം. അപ്പം ഹ ഷാമയും എന്ന് പറഞ്ഞാൽ ഹെവൻസ് തന്നെയാണ്, സ്വർഗങ്ങൾ തന്നെയാണ്. അപ്പം പൗലോസ് ഇതിന് സമാനമായി നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വാക്യം വായിക്കുമ്പോൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരുവരെ ഞാൻ അറിയുന്നു എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അപ്പം ആ സ്വർഗങ്ങളുടെ ആ മൾട്ടിപ്ലിസിറ്റി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്, പ്ലൂറാലിറ്റി അവിടെ പറയുന്നുണ്ട്. അപ്പം ഈ വാക്യങ്ങളെല്ലാം നമ്മൾ ചേർക്കുമ്പോൾ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാതിരുന്ന ഒരു സംഭവമാണ് സ്വർഗവും സ്വർഗത്തിലെ സൃഷ്ടികളും. ഒരു രീതിയിലും നമ്മൾ പഠിക്കാതെയോ അല്ലെങ്കിൽ നമ്മൾ അപൂർവം ചിലർ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ഇടമായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സൃഷ്ടിയുടെ കാര്യം പറയുകയും അതിലൊരു വിഭാഗം സ്വന്തം വാഴ്ച വിട്ടുപോയി എന്ന് യൂദായുടെ ലേഖനത്തിൽ 4-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യൂദായുടെ യേശുവിൻ്റെ കുടുംബത്തിലെ സഹോദരനായ യൂദായി അതിന് സമാനമായി തന്നെയാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. 6-ാം വാക്യം, യൂദായുടെ ലേഖനം 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ദൈവം മഹാദിവസത്തെ വിധിക്കായി ചങ്ങലയിട്ടു എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ കുറെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട വേദപഠനം ഉള്ളതാണ് എൻ്റെ വിചാരം. തിരുമേനി ഈ വാക്കുകളുള്ളത് നമ്മൾ എതിർത്ത് നിൽക്കാനുള്ള ഈ പവർ എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ദൂതന്മാരെ കുറിച്ചുള്ള പരാമർശം നമ്മൾ പഠിച്ചാൽ, ഒന്ന്, ഇവർക്ക് മരണമില്ലാത്തവരാണ്. കാരണം യേശു ഇവരെ പുറത്താക്കുന്നതല്ലാതെ ഇവരെ കൊല്ലുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൂതന്മാരും അല്ലെങ്കിൽ ഈ സുവിശേഷത്തിൽ ഈ എക്സോർസിസം പറയുന്ന ഭാഗത്തെല്ലാം ഇവർ നിന്നെ കൊന്നുകളയുന്നു അത്ര പറയുന്നില്ല. പിന്നെ എന്നാ പറയുന്നുള്ളൂ? മാറിപ്പോ പറയുന്നു. കാരണം ഇവർക്ക് മരണമില്ലാത്ത പാർട്ടികളാണെന്നാണ് എൻ്റെ ഒരു ആശയം. മറ്റൊന്ന്, ഇവർക്ക് സന്താന പരമ്പരയൊന്നുമില്ല. അത് നമുക്ക് ഈ ദൂതന്മാരെ കുറിച്ചുള്ള പഠനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ യേശു പറഞ്ഞ വാക്കിൽ തന്നെ പറഞ്ഞു. ലൂക്കോസ് 22-ാം അധ്യായം 36 പോലെ വാക്യത്തിൽ അവർ പുത്രന്മാരായ വിവാഹത്തിന് കൊടുക്കുന്നൊന്നുമില്ല. അവർ എന്താണ്? ദൈവദൂതന്മാർ തുല്യരാണ് എന്ന് അവിടെ പറയുന്നതിലൂടെയാണ് ഇവർക്ക് വിവാഹബന്ധങ്ങളൊന്നും ദൂതന്മാർക്കില്ല. മറ്റൊന്ന്, ഇവരെ സഞ്ചരിക്കാൻ അഗ്നിമായ രഥങ്ങളുടെ നടുവെ സഞ്ചരിക്കും. സഞ്ചാരപ്രാപ്തി ഇവർക്കുള്ളതാണ്. മറ്റൊന്ന്, സംഗീതത്തിൽ മിടുക്കന്മാരായിരുന്നു ഇവർ. അവർ ആർത്തുപാടി എന്നൊക്കെ നമ്മൾ
യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ഇവർ സംഭാഷണത്തിൻ്റെ ഉടമകളാണ്. പിന്നെ വേറൊരു ഭാഗത്ത് ഏഞ്ചലോളജി എന്ന് പറയുന്ന ആ സെക്ഷനിൻ്റെ എടുത്ത ഭാഗത്തിൽ പറയപ്പെടുന്ന സൂചനകളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ഉള്ള മറ്റൊരു പ്രത്യേകത, ഇവർക്ക് ചൂട് പ്രശ്നമല്ലായിരുന്നു. കാരണം സൂര്യനിൽ നിൽക്കുന്ന ദൂതനെയൊക്കെ വേദപുസ്തകത്തിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ ദൂതന്മാർ, ഈ സ്വർഗത്തെക്കുറിച്ചുള്ള പഠനം നമ്മുടെ പരിമിതമാണെന്ന് അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ ദൂതന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു മരണമില്ലാത്തതും അതുപോലെ തന്നെ എന്താണ് വിവരമുള്ളതും സഞ്ചരിക്കാൻ കഴിയുന്നതും സംസാരിക്കാൻ കഴിയുന്നതും സംഗീതം പുറപ്പെടുവിക്കാൻ കഴിയുന്നതും ഒക്കെയായ ദൂതന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവരിൽ ഒരു വിഭാഗം ദൈവത്തിൽ നിന്ന് അന്യമായി പോയി അഹംഭാവത്താൽ. അപ്പം പാപം ചെയ്യുമ്പോൾ സ്ഥാനം പോകും. ഇത് വേദപുസ്തകത്തിൻ്റെ ആദ്യം പോലൊരു പാഠമാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തു, ആ സ്ഥാനം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ കനാൻ ദേശത്ത് വെച്ച് പാപം ചെയ്തു, അവിടെ നിന്ന് അടിമയായിട്ട് പിന്നെ ബാബിലേക്ക് പോയി. അപ്പോൾ പാപം ചെയ്യുമ്പോഴെല്ലാം സ്ഥാനം നഷ്ടപ്പെടുക എന്നുള്ളത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ പരാമർശം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു വിഭാഗം തിന്മയുടെ ശക്തികൾ ആയിട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് ഡിയാബുലോസ് എന്ന ഗ്രീക്ക് വാക്കും അതുപോലെ സാറ്റാൻ അല്ലെങ്കിൽ സാറ്റാനാസ് എന്ന ഗ്രീക്ക് വാക്കും നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ടെൻസിൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. അതായത് ഡിയാബുലോസ് എന്ന് പറഞ്ഞാൽ അക്യൂസർ എന്നാണ്, കുറ്റം പറയുക എന്നുള്ളതാണ് ആ പുള്ളിയുടെ സ്വഭാവം. അപ്പോൾ ഈ സ്ഥാനം മാറിയതോടുകൂടെ ഇവർ കുറ്റം പറയുന്ന ആളായിട്ട് മാറിയിരിക്കുകയാണ്. വേദപുസ്തകം 12-ാം അധ്യായത്തിൽ വെളിപ്പാട് ദിവസം പറയുന്നതനുസരിച്ച് നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ അപവാദം പറയുന്ന അപവാദിയെ സ്വർഗത്തിൽ തള്ളിയിട്ടല്ലോ എന്നവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ രാമനെക്കിട്ട് നമ്മുടെ അപവാദം പറയാൻ പറ്റിയ ഒരു സാധനമാണ് ഇവരെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഇവരിൽ നിന്ന് യേശു പഠിപ്പിച്ചതനുസരിച്ച് ഇത് മനുഷ്യനിൽ സ്വാധീനിക്കാൻ കഴിയുന്നു. യേശുവിൻ്റെ സ്നാനത്തിൻ്റെ ആ വിവരണം നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർത്ത്, എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പിതാവ്, പിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിൽ ഒന്ന് ആവസിക്കുന്നു. പിന്നെ അടുത്ത വാക്യം എന്താ? പിശാച് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. നോക്കുക, യേശു, ദൈവത്തിൻ്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവാത്മാവ്, പിന്നെ പിശാച് എന്ന് നമ്മൾ അക്യൂസർ, കുറ്റവാളിയാണ്. സാറ്റാൻ എന്ന വാക്കിനും അർത്ഥമുണ്ട് എതിരാളി എന്നാണ്. എതിര് നിൽക്കും, ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിര് നിൽക്കുന്ന എന്തോ അതെല്ലാം സാത്താൻ. അതുകൊണ്ടാണ് പത്രോസിനെ യേശു എന്ത് വിളിക്കേണ്ടി വന്നു? എന്ത് വിളിച്ചു? സാത്താൻ വിളിച്ചു. എപ്പം വിളിച്ചു? യേശുവിൻ്റെ കാൽവരിയിലെ മരണത്തെക്കുറിച്ച് യേശു 3 പ്രാവശ്യം അനൗൺസ് ചെയ്താൽ ഈ യെരുശലേമിലേക്കുള്ള യാത്രയിൽ. അതിനാദ്യം തുടങ്ങുന്നത്, ആദ്യം പറയാൻ തുടങ്ങും മരണത്തെക്കുറിച്ച് യേശു ആദ്യം പ്രഖ്യാപിക്കുന്നത് ഒരേ ഒരു മനുഷ്യൻ ആദ്യമായി യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിച്ച നാൾ മുതലാണ് പ്രസംഗം മാറുന്നത്. പിന്നെ മരണത്തെക്കുറിച്ചുള്ള പ്രസംഗം പറയുന്നത് 3 തവണ യേശു അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് തൻ്റെ മരണത്തെക്കുറിച്ച്. അതിൽ ആദ്യം ആ ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു അത് വേണ്ട, ആ പ്രസംഗം നിർത്തിയേരെ, അല്ലേ? ആ പ്രസംഗം പറയണ്ട. ഏത് പ്രസംഗം? മരിക്കുന്ന കാര്യമൊന്നും പറയണ്ട, ഞങ്ങൾ രാജാവാക്കാൻ വെച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ഈ സൈസ് വർത്താനം പറഞ്ഞാൽ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് യേശുവിനെ ശാസിക്കുന്നതാണ് വായിക്കുന്നത്. അപ്പോൾ യേശു വിളിച്ചൊരു പേരുണ്ട്, എന്താണ്? സാത്താൻ. കാരണം ദൈവ പദ്ധതിക്കെതിരാണ്. അത് മനുഷ്യനാകാമെന്നാണ് കൂടെ യേശു കൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചത് എന്താണ്? ഒരു അവിടെ യേശു പഠിപ്പിക്കുക 15-ാം അധ്യായത്തിൽ ലൂക്കോസ് 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്താണ്? ദുരാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയാൽ തണുപ്പ് തേടി നടക്കുന്നു. ഇപ്പം എന്ത് പറ്റി? സ്ഥാനം മാറിയപ്പോൾ എന്ത് പറ്റി? സ്ഥാനം മാറിയപ്പം ചൂട് സഹിക്കാനുള്ള പ്രാപ്തി നഷ്ടപ്പെട്ടു. ആർക്ക്? ഈ പാപം ചെയ്ത ദൂതന്മാർ എന്ന് വേദപുസ്തകം പറയുന്ന ആ പാർട്ടികൾക്ക്. അതുകൊണ്ട് പിന്നെ അവർ പന്നിയിൽ രക്തത്തിൽ കയറി അവർക്ക് പിന്നെ എന്താണ് ചൂട് അല്ലെങ്കിൽ അവർ സുഖം തേടുകയാണ്. അതുകൊണ്ട് പന്നിയിലേക്ക് കയറുന്നതായിട്ടുള്ള നമ്മൾ വായിക്കുന്നുണ്ട്. അവർ കടുംതൂക്കത്തോടെ വെള്ളത്തിലേക്ക് ചാടുന്നതായിട്ട് വായിക്കുന്നുണ്ട്. അപ്പം ഈ വീഴ്ചയുടെ ഫലമായിട്ട് ഈ സംഭവം ഇങ്ങനെ വന്നു. ഇനി ഇവയോട് ചേർത്ത് പൗലോസ് ഇതിനെ കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗമാണ് നമുക്ക് തിരുമേനി തന്ന വിഷയം. അവിടെ എന്താണ്? എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 ഭാഗം വായിക്കുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ
ലോക അധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഏത് യുദ്ധത്തിനും 4 തരത്തിലുള്ള സേനാവിന്യാസമാണുള്ളത് ലോകത്തിൽ, സാധാരണത്തിൽ, പ്രത്യേകിച്ച് ഇത് എഴുതപ്പെട്ട കാലത്തിൽ. ഒന്ന് കാലാൾപ്പടയാണ്, മറ്റൊന്ന് കുതിരപ്പടയാണ്, മറ്റൊന്ന് തേര് ആണ്, പിന്നെ വേറൊന്നുണ്ട്, ഏതാണ്? കുതിര, ആന, കാലാള്, ആന, തേര്, കുതിര. ഈ 4 തരത്തിലാണ് സേന, യുദ്ധസേന. ഈ ഒരു തരത്തിൽ ഇവ മാറിയെന്നാണ്. അവിടെയാണ് ഈ വാഴ്ച, അധികാരം, അന്ധകാരത്തെ ലോകാധിപതി, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന. അപ്പൊ ഇങ്ങനെ ഒരു പവറായിട്ട്, അല്ലെങ്കിൽ ജീവനെ ഹാനി വരുത്താൻ നിരന്തരം ശ്രമിക്കുന്ന ഒരു ശക്തിയായിട്ട് ഇവിടെ ഈ ലോകത്തിൽ ഇവ വന്നു. ഒരുപക്ഷെ ചില വ്യാഖ്യാനങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കാറുണ്ട്. ഇവര് വാസ്തവത്തിൽ ഈ കക്ഷികൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെട്ടവർ, അവർക്ക് വേണ്ടി, കാരണം അവർക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഗ്രഹങ്ങൾ രൂപപ്പെടുകയും അല്ലെങ്കിൽ ഭൂമി രൂപപ്പെടുകയും ഭൂമിയിലേക്ക് അവർ മാറുകയും ചെയ്തു എന്നാണ്. ആ ഭൂമിയിൽ വന്ന് അവർ വന്ന വഴിക്ക് തന്നെ മനസ്സിലായി ഇത് ഞങ്ങളെ ശരിയാക്കാൻ എത്തിക്കുന്നതല്ല എന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് അതിനെ അവരാണ് പാഴും ശൂന്യമാക്കിയത് ഉള്ള വ്യാഖ്യാനങ്ങളൊക്കെ വായിക്കാൻ സാധിക്കുന്നു. പിന്നീട് നമുക്കറിയാം അവിടെ 7 ദിവസത്തിൽ ആ ഭൂമിയെ രൂപപ്പെടുത്തി മനുഷ്യനെ ദൈവം ആക്കിയിട്ട് ഏദൻ തോട്ടത്തിൽ ഏൽപ്പിക്കുമ്പോൾ ഒരു വാണിംഗ് ഉണ്ടായിരുന്നു. എന്താണ്? തോട്ടം സൂക്ഷിക്കണം, പിന്നെ വേല ചെയ്യണം. അപ്പൊ ഈ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താണ്? സംതിങ് വിൽ ലോസ്റ്റ്, എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് സൂക്ഷിക്കാൻ പറയുന്നത്. സൂക്ഷിക്കാതെ നോക്കണം. അപ്പോൾ അതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഇവരെ, ഈ പാപം ചെയ്ത് സ്ഥാനം നഷ്ടപ്പെട്ട ദൂതന്മാരെ ദൈവം ഭൂമിയിലേക്ക് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുകയും അതിലൊരു വിഭാഗം സ്വർഗത്തിൽ തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു. അതാണ് അന്ധകാരത്തിൻ്റെ ലോകാധിപതി. അപ്പോൾ അന്ധകാരത്തെ ദൈവമാണ് അനുവദിക്കുകയാണ്. എങ്ങനെ അനുവദിക്കുന്നത്? സന്ധ്യയായി, ഉഷസ്സുമായി. അപ്പോൾ ഭൂമിയിൽ ഇവർക്ക് വസിക്കാനുള്ള അവകാശം, അന്ധകാരത്തിൻ്റെ സാഹചര്യങ്ങളുണ്ട്. ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യൻ വേണം ആരെ തോൽപ്പിക്കാൻ, ആരെ ശിക്ഷിക്കാൻ? ഈ ഈവിൾ ഫോഴ്സിനെ, അല്ലെങ്കിൽ ഈ തിന്മയുടെ ദൂതന്മാരെ ശിക്ഷിക്കാൻ. അപ്പൊ അതിനുവേണ്ടി ദൈവം ചെയ്തത്, ഈ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് നവരത്നങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ആ അനുസരണം കെട്ടവരെ ശിക്ഷിക്കുന്നതിന് ഈ മനുഷ്യരെ ദൈവം ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ആ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് കർത്താവിടെ പ്രഖ്യാപിക്കുന്നൊരു പദമുണ്ട്, മനുഷ്യരോട് പറയുന്നൊരു പദമുണ്ട്. എന്താണ്? നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം. എന്താണ് സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം എന്ന് പറയാൻ കാര്യം? ആദ്യത്തെ പേരൻസിന് അത് സാധിക്കത്തില്ല. ഏത്? ഈ സാത്താൻ്റെ അല്ലെങ്കിൽ എതിരാളികളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ജനറേഷൻസിലൂടെയാണ് അത് സാധ്യമാണ്. അതുകൊണ്ട് ദൈവത്തെ ഏറ്റവും അധികമായി വെളിപ്പെടുത്തി കിട്ടിയ മോശ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ പറയുന്നൊരു പേരുണ്ട്, ദൈവമേ നീ തലമുറ തലമുറകളായി ഞങ്ങളുടെ സങ്കേതമാണ്. 90-ാം സംഘത്തിൽ 1-ാം വാക്യം. അപ്പൊ തലമുറകളിലൂടെയാണ് ഇതിനെ വിജയിക്കേണ്ടത്, ഈ തിന്മയെ കീഴടക്കേണ്ടത്. ദൈവം ഡയറക്റ്റായിട്ട് ഇവരെ നശിപ്പിക്കുന്നില്ല. മനുഷ്യരെ എംപവർ ചെയ്ത് മനുഷ്യനെയാണ് ആ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇബ്രായ ലേഖനം 10-ാം അധ്യായം 12-13 വാക്യം വായിച്ചാൽ അവൻ ഇത് കർത്താവ് അപ്രകാരം ചെയ്തതിനെ കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്. എന്താണ്? അവൻ ഏകയാഗത്താൽ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് ദൈവത്തിന്റെ സിംഹാസനത്തിലിരുന്ന് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവാൻ കാത്തിരിക്കുന്നു. അപ്പൊ തിന്മയെ തോൽപ്പിക്കേണ്ടത് ആരാണ്? ശുശ്രൂഷ. അതാണ് ശുശ്രൂഷ. ഈ ലോകത്തിലെ അനീതിയെ തോൽപ്പിക്കേണ്ടത് ആരാണ്? അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത്. യേശുവിൻ്റെ കാൽ കീഴിൽ സകല അനീതിയെയും എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയ ദൗത്യം ശുശ്രൂഷകരെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളത് തിരിച്ചറിഞ്ഞേ പറ്റൂ. അതിൻ്റെ ഒരുപാട് വശങ്ങളുണ്ട്. അതെല്ലാം
നമുക്ക് ഒറ്റ ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആ തുടർച്ച മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്വർഗങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പഠനം കൂടുതൽ വിശാലമാക്കുക, അവിടുന്ന് തള്ളപ്പെട്ട ദൂതന്മാരെ കുറിച്ചുള്ള പരാമർശത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അവർ ഈ നാളുകളിൽ 4 തരത്തിൽ ഇടപെടുന്നതിനകത്തുള്ള സൂചനയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതിൽ വാഴ്ച അധികാരങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെ വാക്ക്, അത് രണ്ടും ഭരണകൂടവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. പവർ ആൻഡ് അതോറിറ്റി എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ നമ്മൾ കാണുന്നത്. വാഴ്ച എന്ന് പറയുന്ന റൂളേഴ്സാണ്. റൂളേഴ്സ്, അധികാരങ്ങൾ എന്ന് പറയുന്നത് അതോറിറ്റീസ് തന്നെയാണ്. എന്താണ് ഈ വാഴ്ചയും അധികാരങ്ങളും നമ്മളുടെ ബന്ധം നമ്മൾ മനസ്സിലാക്കിയാൽ ഭരണകർത്താക്കളെ തന്നെയാണ് ഈ പറയുന്നത്. എന്ത് ചെയ്യുന്നു? ജീവന് നാശം വരുത്തുന്ന പോളിസികൾ നിർമ്മിക്കുന്ന ഭരണകൂടം. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന മരണത്തിൻ്റെ കാരണമല്ല പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന മരണകാരണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തിയിൽ പറയുന്നത് മനുഷ്യൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായി മരണം വന്നു എന്നാണ്. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നതോ ഇസ്രായേൽ ജനതയുടെ വളർച്ച കണ്ടിട്ട് ഫറവോന്റെ ഉള്ളിൽ അവൻ തീരുമാനമെടുക്കുകയാണ്. എന്താണ്? ഇവരെ വെച്ചുകൊണ്ടിരുന്നാൽ അവർ നമുക്ക് ഹാനി വരുത്തും, നമ്മുടെ ജനസംഖ്യയെ തകർത്ത് കളയും. അതുകൊണ്ട് എന്ത് ചെയ്യാം? പുതിയ ഒരു ആരോഗ്യ പോളിസി, ആരോഗ്യ നിയമം ഉണ്ടാക്കാം. എന്താണ്? 2 വയസ്സിൽ താഴെ പ്രായമുള്ള ആൺകുഞ്ഞുങ്ങളെയെല്ലാം എന്ത് ചെയ്യണം? കൊന്നുകളയുക. അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ലീഡേഴ്സായിരുന്ന ശിപ്രായോടും പൂവായോടും പറഞ്ഞു, എന്ത് ചെയ്യണം? ഇസ്രായേലിലെ ആൺകുഞ്ഞുങ്ങളെ നിങ്ങൾ കൊന്നുകളയണം. നോക്കണേ, അതാണ് വാഴ്ച. വാഴ്ചകൾ എന്ന് പറയുന്ന അവരാണ്. ജീവന് ഹാനി വരുത്തുന്ന ആ ഭരണത്തെ വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന പേര് മൃഗം എന്നാണ്. മൃഗത്തോട് ആണ് അതിനെ ചൊല്ലുന്നത്. അപ്പം ഈ ഒരു ഭരണം, ഒന്നാമത്തെ മരണം മനുഷ്യന്റെ പാപത്താലാണെങ്കിൽ രാജാവ് എടുത്ത തീരുമാനമാണ് ഇവിടെ മരണകാലമാണ്. യേശു ജനിക്കുമ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്. ഹെരോദാവ് പറയുന്നുണ്ട് അല്ലേ? ഹെരോദാവ് ഒരു റൂളിങ് ഉണ്ടാക്കി. എന്ത്? 2 വയസ്സിൽ താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെയല്ല, കൊന്നുകളെ. അപ്പൊ നോക്കിയേ, ഈ വാഴ്ചയെ കണ്ടോടാണ് ഈ വാഴ്ചയെ സ്വാധീനിക്കുന്നത് വാസ്തവത്തിൽ ഈ തിന്മയുടെ പവറാണ്. അതുപോലെ വാഴ്ച, അധികാരം എന്ന വാക്കിനും അതോറിറ്റീസ് എന്ന വാക്കിനെ പറയുന്നത് ഈ ഭരണാധികാരികളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തെയാണ് അധികാരം എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നമ്മളെ സംബന്ധിച്ചോളം ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മുടെ ഗവൺമെന്റിൽ ഭരണാധികാരികൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ഭരണാധികാരികൾ തിന്മയുടെ ആളുകളായി മാറുമ്പം അതും മരണത്തിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ അതിനെ സൃഷ്ടിക്കുന്ന സംവിധാനം, അതായത് MLA ആകട്ടെ, MP ആകട്ടെ, അല്ലെങ്കിൽ മന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രി ആകട്ടെ, സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം, അതാണ് അതോറിറ്റി. വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുന്ന ആ നിലയിൽ പരസ്പരം ബന്ധിതമാണ്. ഒന്ന് റൂളേഴ്സ്, പിന്നെ അതോറിറ്റി. ഈ തരത്തിലാണ് ഈ വേദവസ്തു നമുക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു തരത്തില് ഈ വാഴ്ചകൾ, അധികാരങ്ങൾ അന്ധകാരത്തില്, വാഴ്ചകളും അധികാരങ്ങളും മാനുഷികമാണ്. പിന്നെ അന്ധകാരത്തിന് ലോകാധിപതിയും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മകനെയും ഏതാണ്? സ്പിരിച്വലാണ്, ഹെവൻലി ബീയിങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിലെ ഹെവൻലി ബീയിങ്സിന്റെ ഇതാണ്. അപ്പൊ ഇതിനെ 4നെയും ആണ് യഥാർത്ഥ നമ്മുടെ ശത്രുക്കൾ എന്നാണ് പറയുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തം എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ ടെൻസ് അനുസരിച്ച് ശരീരത്തോടും രക്തത്തോടും അല്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനോടല്ലാന്ന് തന്നെയാണ്. അതിനെന്തുകൊണ്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത കാലത്തിൽ ജഡരക്തം എന്നാക്കിയതേ ഉള്ളൂ. ശരീരത്തോടും രക്തത്തോടും അല്ലാതെ ആ വാക്കാണ് അതിനകത്ത് നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ മീനിങ്ങിലേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പം ഇതിനെ നാം പോരാടണം. ഇത് ആദ്യകാലം മുതൽ മനുഷ്യനെ വശീകരിച്ചിരുന്നു എന്നാണ്, അല്ലെങ്കിൽ മനുഷ്യനെ പരാജയപ്പെടുന്നവൻ അവന് സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ ആദിപാപമായിട്ട് കാണുന്നത് എന്താണ്? നമ്മളല്ലെങ്കിൽ ഇതുവരെ ജനത്തോട് പറഞ്ഞതോ പഠിപ്പിച്ചതോ ആദിപാപം ആരുടെ പാപമാണ്? ആദത്തിൻ്റെയും ഹവ്വായുടെയും പാപമാണ്. പക്ഷെ വേദപുസ്തകത്തിലോ ആദിപാപം ഏതാണ്?
ആ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ന്യായവിധിക്കായി ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഇത് ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഹൈഡ് ചെയ്ത് വെക്കാൻ ഈ പുള്ളി മഹാമെടുക്കലാണ്. ആര്? ഈ എതിരാളി എന്ന് പറയുന്ന ആൾ ഒരിക്കലും സത്യം പറയാൻ. അതുകൊണ്ട് കർത്താവ് ഒരിക്കൽ അപ്പനെ വിളിച്ചായിരുന്നു ഇങ്ങനെ, അല്ലേ? യോഹന്നാൻ 8:44 വാക്യത്തിൽ എന്താ? സാത്താൻ പോഷ്ക്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു, നിങ്ങൾ അവൻ്റെ മകനാണെന്ന് പറഞ്ഞു. നമ്മൾ ഇസ്രായേലിനെ ഭയങ്കര ആനയായിട്ട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞാണെന്നറിയോ? നിങ്ങൾ സാത്താൻ്റെ മക്കളാണെന്നാണ് പറഞ്ഞത്. സ്നാപയോഹന്നാൻ എന്താ പറഞ്ഞേ? സർപ്പ സന്തതികളെന്നാണ് പറഞ്ഞത്. സർപ്പം എന്ന് പറയുന്നത് ഈ ഈവിൾ ഫോഴ്സ് പ്രത്യക്ഷപ്പെടാൻ ഉപയോഗിച്ച ആയിട്ട് സൂചിപ്പിക്കുന്ന ഒരു ജീവിയാണ്. അവിടെ ചില കാര്യം പറഞ്ഞ് നമുക്ക് വേഗം ഇതിൽ അപ്പുറത്തേക്ക് കടന്നു പോകാം. അത് മനുഷ്യൻ്റെ ആ പാപാവസ്ഥ എന്ന് പറയുന്നത് അവരെ ദൈവം സൃഷ്ടിച്ച് ഒരുമിപ്പിച്ചു, അല്ലേ? ഒരുമിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മേലിൽ രണ്ടല്ല ഒന്നാണെന്നും പറഞ്ഞ് അവർ ആക്ട് ചെയ്താണ്. പക്ഷേ ആ പാപം ചെയ്തതിനെ കുറിച്ചുള്ള വിവരണം പറയുമ്പോൾ അവർ രണ്ടുപേരും അടുത്തുണ്ടോ? ആദത്തിൻ്റെ അരികിൽ ഹവ്വായോ, ഹവ്വായുടെ അടുത്ത് ആദം ഉള്ളതായിട്ട് സൂചനയുണ്ടോ? അവിടെ ശ്രദ്ധിച്ച് അവിടെ ഇല്ല. അപ്പം എന്ത് സംഭവിക്കുകയാണ്? ഒരുമിച്ച് കുറേ നാളൊക്കെ ഇരുന്ന് കാണും. ചിലർ പറയുന്നതാണ്, ശരിയാണോ എനിക്കറിയത്തില്ല, ഈ ഹവ്വായെ പോലെ വേറെ ഹവ്വായെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഒരു പക്ഷേ ആദം അന്വേഷിച്ച് പോയതാണോ? അതോ ഈ ആദത്തെ പോലെ വേറെ ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഹവ്വ പോയതാണോ എന്നറിയത്തില്ല. ഈ 3-ാം ചാപ്റ്ററിൽ വരുമ്പോൾ രണ്ടുപേരും എന്നല്ല ഒരുമിച്ചായിരുന്നില്ല. അപ്പം ഇത് വെച്ചാണ് യേശു പറയുന്നത് അറപ്പാനും പുടിപ്പാനും അല്ലാതെ ആര് വരുന്നില്ല, സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും സെപ്പറേഷൻ, അതായത് ഒരുമിച്ച് നിൽക്കേണ്ടവർ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഓർത്തോടെ ഇവൻ അതിനകത്ത് ആക്ട് തുടങ്ങിയിട്ടുണ്ട്. അറക്കൽ, ഈ അറക്ക എന്ന് പറഞ്ഞ് നമ്മൾ പണ്ടൊക്കെ അവിടെ അറക്ക എന്ന് പറഞ്ഞ ഈ ശീലാന്തി എന്ന് പറയുന്നൊരു സാധനമൊക്കെ വെച്ച് അതിൻ്റെ മണ്ടേ തടി കൊണ്ട് വെച്ചിട്ട് ഒരാൾ മേളിലും ഒരാൾ താഴെ ഇരുന്നിട്ടും അങ്ങനെ അറപ്പാണ്. ഈ ഒരു പ്രധാന പണിയാണ് ഇവനുള്ളതെന്നുള്ള രീതിയിലാണ് മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ. സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, വേർതിരിക്കുക എന്നുള്ളതാണ്. അപ്പം അവൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ അവനിങ്ങനെ വന്നിട്ടേ അവർ പാപത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഇത് കഴിഞ്ഞിട്ട് കർത്താവ് ഇവരുടെ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട്, അല്ലേ? ആരോട് ആദ്യം ചോദിക്കുന്നേ? പുരുഷനോടാണ് ചോദിച്ചത്. എടാ നീ ഞാൻ പറഞ്ഞ സംഭവം തിന്നരുത് എന്ന് പറഞ്ഞിട്ട് നീ തിന്നോ എന്ന് ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞേ? എൻ്റെ പൊന്നു കർത്താവ് പറ്റിപ്പോയി എന്നല്ല പറയുന്നത്. അബദ്ധം പറ്റിയെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ്. പക്ഷെ അത് പറയാതെ നീ എൻ്റെ കൂടെ ഇരിപ്പാൻ തന്ന ഈ സ്ത്രീ തന്നു, ഞാൻ തിന്നു. ആരാ സ്ത്രീയെ സൃഷ്ടിച്ചത്? അപ്പം കുറ്റക്കാരൻ ആരാ? ആദത്തിൻ്റെ ഭാഷയനുസരിച്ച് കുറ്റം ചെയ്ത് ദൈവം തന്നെയാണ്. കാരണം ഈ സ്ത്രീയെ ഉണ്ടാക്കി തന്നത് ഞാനല്ലോ, ഞാൻ സൃഷ്ടിച്ചതല്ല. ഉടനെ സ്ത്രീയോട് അത് ചോദിക്കുന്നു. ആദ്യം അനുതാപം എന്നുള്ളതിൻ്റെ ഈ മാനസാന്തരം ഇന്നലെ തിരുമേനിയോട് പറയാറ്. ഈ മാനസാന്തരം ഒരു വാക്ക് പോലും അവർ പറയുന്നില്ല. ഉടനെ സ്ത്രീയെ വിളിച്ചു ചോദിച്ചു. സ്ത്രീ എന്താ പറഞ്ഞു? ഈ പാമ്പ് തന്നു, ഞാനാണ് പാമ്പിനെ സൃഷ്ടിച്ചത്. അതായത് മറ്റുള്ളവരിലേക്ക് കുറ്റം അടിച്ചേൽപ്പിച്ച് ഞാൻ എന്നെ തന്നെ നീതീകരിക്കും. ഇത് എവിടെ തുടങ്ങിയ പരിപാടിയാണ് അറിയോ? ഇവിടെ നമ്മൾ വേദവസ്ഥ ആദ്യം കാണുന്നത് അനുതാപത്തിൻ്റെ ഒരു സിംഗിൾ വേർഡ് പോലും ഇല്ല. റിയലി അതാണ് സിൻ. തെറ്റ് ചെയ്തു എന്നുള്ളതല്ല, തെറ്റ് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. ഞാൻ എൻ്റെ ഭാഗത്ത് ദൈവമേ അങ്ങ് പറഞ്ഞ് അനുസരിക്കാനെ കൊണ്ട് പറ്റാതെ പോയി. അത് അവിടെ പറയാൻ ആദം തയ്യാറല്ല, പിന്നെ ഹവ്വായും തയ്യാറായിരുന്നില്ല. പകരം അന്യ ആളിലേക്ക് അല്ലെ കൂടെയുള്ള ആളിലേക്ക് കുറ്റം അവരുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. അതാണ് ഇന്ന് ലോകത്തിൽ മുഴുവൻ കാണുന്നത്. ഇന്നും അത് തന്നെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം. അതിനെ കീഴടക്കുക, അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ പാമ്പിനോട് ഒരാളും ചോദിച്ചില്ല. അവൻ ചോദിച്ചാൽ പറയാൻ പോകുന്ന എല്ലാ സാധനമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ, അല്ലേ? ഏതായിരുന്നാലും ഇതിന് ശിക്ഷ വരുന്നുണ്ട്. ആ ശിക്ഷ എന്ന് അറിഞ്ഞിരിക്കണം. ശിക്ഷ എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തെ ശിക്ഷ എന്താണ്? പാമ്പിനോട് പറയുകയാണ്, നീ ഉരസ് കൊണ്ട് ഗമിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ യാത്ര, ഇതിന് ഏറെ സഞ്ചരിക്കുന്ന ആളായിരുന്നു, നിന്റെ യാത്രയെ ഞാൻ ലിമിറ്റ് ചെയ്യും. പിന്നീട് എന്ത് പറഞ്ഞു? നീ പൊടിയാകും,
അല്ലെ നീ മണ്ണ് തിന്നും. എന്ത് തിന്നും? നീ പൊടി തിന്നും എന്ന് അവനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്ത്രീയോട് പറയുമ്പോൾ എന്താണ്? ഗർഭവും വേദനയും പ്രസവവും ഒക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു അനുഗ്രഹം കൂടെ പറയുന്നതായിട്ടാണ് മനസ്സിലായത്. എന്താണ്? സ്ത്രീയുടെ സന്തതി അല്ലേ നിന്റെ തല തകർക്കും, പിന്നെ നീ അവന്റെ കുതികൾ. മനുഷ്യന് അവന്റെ ഗമനത്തെ, അവന്റെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ സ്പീഡിനെ മന്ദീഭവിപ്പിക്കുന്ന ഒന്നാണ് എന്ന് പറയുകയാണ് ശത്രുവായ സാത്താൻ, അല്ലെങ്കിൽ എതിരാളി, അല്ലെങ്കിൽ കുറ്റം പറയുന്നതാണ്. ഈ കുറ്റം പറയുന്നത് ആദാമും ഹവ്വയാണ് ആദ്യം നമ്മൾ ഉൽപ്പത്തിയിൽ കാണുന്നത്. ഇത് മറ്റേ പുള്ളി പറഞ്ഞതാണ്. നമ്മൾ യെഹെസ്കേൽ പറഞ്ഞത്, യെരമ്യാ പറഞ്ഞു കുറ്റം. ഞാൻ അവിടെ കയറും, അവിടെ കയറി ഇരിക്കും, ഞാൻ ആ മേഘം എന്നെ കയറി, ഞാൻ സമാഗമന പർവ്വതത്തിൽ ഇരുന്നരുളും. അങ്ങനെ അപ്പൊ ഈ കുറ്റം പറയുക എന്ന ദൈവത്തിന് വിരോധമായി നിൽക്കുക എന്നുള്ള ആ പവർ ഈ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഫലമായി അവനും അതേ സ്വഭാവത്തിലേക്ക് എത്തി. മാത്രമല്ല മനുഷ്യനോട് പറഞ്ഞു, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, മുള്ളും പറക്കാരെയും എല്ലാം അവിടെ ജനിക്കും, അവിടെ ഉണ്ടാകും. നീ ഒന്ന് അന്നേരമാണ് ഈ മദ്യത്തിന്റെ സാധനം, ലഹരിയുടെ ഉണ്ടാക്കാൻ പറ്റിയ മെറ്റീരിയൽസ് എല്ലാം അന്നേരമാണ് ഉണ്ടായെന്നൊരു വിചാരം. കാരണം ജീവനെ ഹാനി വരുത്തുന്നതാണ് അവിടെ പറയുന്ന വാക്ക്. ജീവനെ നശിപ്പിക്കുന്ന വസ്തുക്കൾ ഈ മണ്ണിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യൻ നീ പൊടിയാകുന്നു, പിന്നെ പൊടിയിലേക്ക് തിരിച്ച്. വാസ്തവത്തിൽ എന്താണ് ഈ ശിക്ഷയുടെ അർത്ഥം അറിയാമോ? ഈ പാമ്പിനോട് പറഞ്ഞു നീ പൊടി തിന്നും, മനുഷ്യനോട് പറഞ്ഞു നീ പൊടിയാകും. എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യനെ തകർക്കാൻ അവന് അധികാരം കിട്ടിയെന്നുള്ളതാണ്. അല്ലാതെ പാമ്പ് ഈ മണ്ണും തിന്ന് നടക്കുന്നു അല്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് തിന്നുന്നത് പിന്നെ വീട്ടിലും തവളയും അങ്ങനെയുള്ള ഐറ്റംസാണ്. അവിടെ വേദപുസ്തകം നമുക്ക് സൂചിപ്പിച്ച് തരുന്നതെന്ന് പറഞ്ഞാൽ, എന്നെയും നിങ്ങളെ നശിപ്പിക്കാൻ തിന്മയുടെ ഈ ദൈവത്തിൽ ധിക്കരിക്കപ്പെട്ടു പോയ അവർക്ക് അധികാരം കിട്ടിയെന്നുള്ളതാണ്. അതാണ് പിന്നീട് സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ കീഴടക്കുക എന്നുള്ളത്, അതിൻ്റെ തല തകർക്കുക എന്നുള്ളത് ക്രിസ്തുവിലൂടെ ദൈവം പൂർത്തീകരിച്ചൊരു കാര്യമാണ്. ആ രക്ഷ ദൗത്യത്തിൽ അതിൻ്റെ പൂർത്തീകരണം എന്നുള്ളത് വിശ്വാസ സമൂഹത്തിലൂടെയാണ് ഈ തിന്മയെ നാം എതിർത്ത് തോൽപ്പിക്കേണ്ടത് എന്നതാണ് നമ്മുടെ തീം. വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിന്റെ ലോക അധിപതികൾ, സ്വർണ്ണമുള്ള ദുഷ്ടാത്മ സേനകളെ നാം പോരാടി ജയിക്കണം. പോരാടി ജയിക്കുന്ന സർവായുധ വർഗത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നമ്മൾക്ക് ഇന്നിപ്പോൾ അവിടെ 12 അല്ലേ ഇന്ന് അവിടെ നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയില്ല. എന്നാൽ ഈ തിന്മയെ പോരാടി ജയിക്കുന്നതിനുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൽ മറയപ്പെട്ട, ഇവൻ മറച്ചു വെച്ച 2-3 രഹസ്യങ്ങളുണ്ട്. അതൊന്നും അറിഞ്ഞിരിക്കുന്നതാണ്. ഒന്ന്, അത് ഇസ്രായേലിലാണ് മറഞ്ഞു പോയത്. അതാണ് അതിൽ ഏറ്റവും വലിയ ദുരന്തം. കാരണം ഈ പുസ്തകമുള്ള ഈ 39 പുസ്തകമായിട്ട് നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന യഹൂദന്മാരുടെ തനാക്കിൽ 24 പുസ്തകം ആയിട്ടുള്ള ഈ പഴയ നിയമത്തിലെ 3 പ്രധാനപ്പെട്ട മർമ്മങ്ങൾ ഇവൻ ഈ ഇസ്രായേലിന് പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റാതെ പോയി. അതിൻ്റെ ദുരന്തമാണ് ഈ ലോകത്തിൽ കാണപ്പെടുന്നത്. അതിൽ ഒന്ന് യേശു പറഞ്ഞത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയതാണ്. അപ്പോൾ അതിൻ്റെ കാരണമാണ് നമുക്ക് അതിനെ തോൽപ്പിക്കുക എന്നുള്ള ദൈവാത്മാവിനാണ് സാധിക്കുന്നത്. യോഹന്നാന് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുക. യോഹന്നാന് സുവിശേഷം 16-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വേഗം വായിക്കാമോ? ഇരുന്ന് മടുത്തോ? അവർ പിതാവിനെയും എന്നെയും അറിയായി കൊണ്ട് നിങ്ങളെ പള്ളിപുരുഷരാക്കും, നിങ്ങളെ കൊല്ലും. ഇതാണ് യേശു പറയുന്ന കാര്യം, ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്. അപ്പം പിതാവ്, ഞാൻ, ഇതിനോട് ചേർന്ന് ഈ യോഹന്നാൻ സുവിശേഷത്തിലെ 14-ന്റെ 25, 26, 15-ന്റെ 26 കൂടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ ട്രിനിറ്റിയെ കുറിച്ച് യേശു പറയുന്നുണ്ട്. ട്രിനിറ്റിയെ കുറിച്ച് യേശു പറയുന്നുണ്ട്. എന്താണ് യേശു പറയുന്നത്? 14-ന്റെ 26 എന്റെ നാമത്തെ അയക്കാനുള്ള പരിശുദ്ധാത്മാവ്
ആ ഇത് വേദപുസ്തകം പഠിക്കാനുള്ള ഏക വഴി കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞല്ല ഓർക്കാൻ ഏക മാർഗം പരിശുദ്ധാത്മാവിന്റെ സഹായം മാത്രമേ ഉള്ളൂ. വേറെ ആരെ കൊണ്ടും നമ്മൾ കഴിക്കാൻ പറ്റത്തില്ല. ഇവിടെയാണ് യേശു പ്രഖ്യാപിക്കുന്ന പിതാവ് എൻ്റെ നാമത്തിൽ, അല്ലേ, പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെയും യേശു അവിടെ വെളിപ്പെടുത്തുകയാണ്. പിന്നീട് 16-ലും 15-ലും ഇത് തന്നെ 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായ കണ്ടോ, അവിടെ തൃത്വത്തെ യേശു പറയുക, പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളെ സാക്ഷ്യം പറയും, നമ്മളെ സംസാരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. എന്നിട്ടാണ് യേശു പറഞ്ഞത്, അവർ പിതാവിനെ അറിഞ്ഞിട്ടില്ല, എന്നെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഉൾപ്പെടുകയാണോ? തൃത്വ ദൈവ വിശ്വാസികൾക്ക് ഇതര വിശ്വാസികൾ എതിരായി വരും. യേശു പ്രഖ്യാപിക്കുകയാണ്. അവരാരെ അറിഞ്ഞിട്ടില്ല? പിതാവിനെ അറിഞ്ഞിട്ടില്ല, പിന്നെ എന്നെയും അറിഞ്ഞിട്ടില്ല, പുത്രനെയും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ വിശ്വാസ തലത്തിൽ ഉണ്ടാകുന്ന ഒരു ശക്തമായ എതിർപ്പിനെ യേശു നമ്മുടെ മുമ്പിൽ നമുക്ക് വെളിപ്പെടുത്തിരുന്ന വാക്യമാണ്. ശ്രദ്ധിക്കണേ, നമുക്കറിയാവുന്ന പോലെ അബ്രഹാമിന് മുമ്പ്, അല്ലെ, നോഹയുടെ സന്തതിയിൽ ശേമ, ഹാമ, യാഫേത്ത് നമുക്കറിയാം. ശേമാണ് ഏഷ്യയുമായി ബന്ധപ്പെട്ട വ്യക്തി. ശേമിൻ്റെ സന്തതികളാണ്. സെമിറ്റിക് ലാംഗ്വേജ് ആണ് ഹീബ്രു, അവിടെ ഇതാണ് വരുന്നത്. അതേസമയം ഹാമിൻ്റെ സന്തതി മുഴുവൻ ആഫ്രിക്ക ഭൂഖണ്ഡമായി കണക്ട് ചെയ്യാറുണ്ട്. കൂശ്, മിസ്രയീം എന്നുള്ള അവരെല്ലാം ഈ ഹാമിൻ്റെ മക്കളാണ്. അപ്പോൾ അതിന് ആഫ്രിക്കയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആ പേരുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ യാഫേത്തിൻ്റെ മക്കള് യൂറോപ്പുമായി ബന്ധപ്പെടുത്തിയാണ് പോകുന്നത്. അപ്പം ഇവരാണ് വാസ്തവത്തിൽ, അല്ലെ, നോഹയുടെ തലമുറയാണ് ഈ പറയപ്പെട്ട ഇവിടുന്ന് പിന്നീട് പുറത്തു പോയി അല്ലെങ്കിൽ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് പോയ ചരിത്രങ്ങളാണ് പിന്നീടുള്ള മനുഷ്യചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഇവർ സത്യം പറഞ്ഞ ഒറ്റ അപ്പൻ്റെ മക്കളാണ്. പക്ഷെ വിശ്വാസ രംഗത്തേക്ക് വന്നപ്പോൾ ദൈവത്തെ അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് തരുന്നൊരു ഹിന്റ്. അത് റോമാലേഖനത്തിലാണ് അദ്ദേഹം പറയുന്നത്. 1-ാം അധ്യായത്തിൻ്റെ ഏകദേശം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യ ശക്തിയും അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവും അവരെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടും അവർ അറിയാതെ പോവുകയും അവരുടെ മനസ്സ് മുരടിച്ചു പോയിട്ട് പക്ഷി, നാൽക്കാലി, മനുഷ്യൻ എന്നിവയെ ആരാധിക്കുന്നവരായി മാറി എന്ന് പറയുന്ന ഒരു വാക്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ പുരാതന കാലത്തുള്ള എല്ലാ സാംസ്കാരികതയും ഇൻഡസ് വാലി സിവിലൈസേഷനും സുമേറിയൻ സിവിലൈസേഷനും അതുപോലെ തന്നെ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനും ഈജിപ്ഷ്യൻ സിവിലൈസേഷനും എല്ലാം ബഹുദൈവ ആരാധനയും വിഗ്രഹാരാധനയായിരുന്നു. എല്ലാം ബഹുദൈവ ആരാധന, വിഗ്രഹാരാധനയായിരുന്നു. അങ്ങനെ അവിടെ എല്ലാ ജീവികളെയും അവർ ആരാധിക്കും, അതിനെ സേവിക്കും, അതിനെ ദൈവമായിട്ട് കാണും. വാസ്തവത്തിൽ പൗലോസ് പറയുന്നത് ആ തരത്തിലേക്ക് ആരാധനയെ ചേഞ്ച് ചെയ്ത് വിട്ടത് ഈ ഇവരുടെ ഹൃദയത്തെ കുരുടാക്കിയ സാത്താനാണ്. ഇത് നമ്മളിപ്പം പബ്ലിക്കായിട്ട് പറഞ്ഞാൽ നമ്മളവൻ തല്ലും, അത് വേറൊരു കാര്യം. പക്ഷെ വേദവസനം അങ്ങനെ പറയുന്നുണ്ട്, അതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ വിശ്വാസ യാത്രയിൽ ഈ ഭൂമിയിൽ നോഹയ്ക്ക് ശേഷമുള്ള തലമുറയുടെ വളർച്ചയിൽ ഈ തരത്തിൽ ബഹുദൈവ വിശ്വാസ ആരാധനയും വിഗ്രഹാരാധനയിലേക്കും മനുഷ്യൻ തള്ളപ്പെട്ടു. ബാക്കിയെടുത്ത് വായിച്ചു പോകാൻ സമയമില്ല, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നോക്കിയാൽ മതി. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 23 വാക്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് നമ്മൾ കാണുമ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നത് യോശുവയാണ്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ യോശുവ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഇസ്രായേലിനെ എല്ലാം വിളിച്ചിട്ട് പറയുന്ന, നമ്മൾ അതിൻ്റെ 15-ാം വാക്യം എടുത്ത് മാത്രം പോകുന്ന ആളുകളാണ്. പക്ഷെ അതിനേക്കാളും ബേസായ ഒരു കാര്യം അദ്ദേഹം ഈ 2-ാം വാക്യത്തിൽ യോശുവ പറയുന്നുണ്ട്. യോശുവ പറയുന്നതാണ്, അബ്രഹാമിൻ്റെ പിതാവായിരുന്ന നാഹോർ, അതുപോലെ തേരഹ്, ഇവരെല്ലാം
നദിക്കക്കരെ അന്യദൈവങ്ങളെ സേവിച്ചു പോന്നവരാണ്. അപ്പം അബ്രഹാം മുതൽ വിശ്വാസ രംഗത്ത് ചേഞ്ച് ഉണ്ടായിരുന്നു. അന്ന് വരെ ബഹുദൈവ വിശ്വാസ ആരാധനയായിരുന്നെങ്കിൽ അബ്രഹാം മുതലുള്ള വിശ്വാസ ആരാധനയിൽ ഏത് വന്നു? ഏകദൈവ വിശ്വാസം വന്നു എന്ന് നമ്മൾ പറയുകയാണ്. പക്ഷെ യേശു അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. യേശു പറയുന്നതനുസരിച്ച് അവർ ഏകദൈവം എന്ന് വിശ്വസിച്ചത് അവർ തെറ്റിദ്ധരിച്ചതാണെന്നാണ്. അതുകൊണ്ടാണ് അവർ എന്നെയും പിതാവിനെയും അറിഞ്ഞില്ല, ദൈവിക തൃത്വത്തെ അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് യേശു പറയുന്നത്. ആര്? യഹൂദന്മാർ. പകരം ദൈവം വെളിപ്പെടുത്തിയ ഈ ട്രിനിറ്റിയെ അവർ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടതായിട്ടാണ് യേശു ഈ വാക്യത്തിൽ പറയുന്നത്. അത് വെച്ച് ഞാൻ പഴയ നിയമത്തിലെ ചില വാക്യങ്ങളെ പഠിക്കാൻ ശ്രമിച്ചപ്പം നമുക്ക് തൃത്വ ഞായറാഴ്ച വായിക്കുന്ന പാഠങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം. അതിനകത്ത് ഒന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെയാണ്. ഏതാ? അനന്തരം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യരെ നിർമ്മിക്കുക എന്ന് പറഞ്ഞ ആ വാക്യം വരാറുണ്ട്. മറ്റൊന്ന് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ ഭാഗമാണ്. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനാകുന്നിടത്ത് ആ ഭാഗം വരാറുണ്ട്. അവിടെ ഇതാണ്, ഞാനാകുന്നു എന്നവൻ നിന്നെ അയച്ചിരിക്കുന്നത് പോയി പറയുക. ആമ എൽ മോശേ ആഷർ ഏഹിയൽ, ഞാനാകുന്നു എന്നുള്ളവൻ അയച്ചിരിക്കുന്നു. അതാണ് ഹീബ്രുവിൽ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം അവിടെ ഈ 3 പേര് വരുന്നുണ്ട്. ഞാനാകുന്നു എന്നുള്ളത് നിന്നെ അയക്കുന്നു. അത് ഈ തൃത്വ ഞായറാഴ്ച നമ്മൾ വായിക്കാറുണ്ട്. അതുപോലെയാണ് യെശയ്യാ പ്രവചനം 6-ാം അധ്യായം. അവിടെ എന്താണ്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്താ? പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടെ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ 3ആയിട്ട് ആവർത്തിക്കുന്നുണ്ട്. ഈ വേദഭാഗങ്ങളെ ഒക്കെ ഒരുപക്ഷെ സൂചിപ്പിച്ചുകൊണ്ടാവാം എന്ത് സംഭവിച്ചു. അതിന് നമ്മൾ തൃത്വജ്ഞാനം നമ്മൾ ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. എന്നിരുന്നാലും യേശു പറഞ്ഞത് അവർ ട്രിനിറ്റേറിയൻ ഗാഡ്, ആ ഫെയ്ത്ത് തിരിച്ചറിയാതെ പോയവരാണ് എന്നതാണ്. അപ്പൊ ഇവൻ ഒന്നാമത് മറച്ചു വെച്ചത് വിശ്വാസത്തെയാണ്. ദൈവത്തെ ആര് മറച്ചു വെച്ചു? ഈ മനുഷ്യ നീ പൊടിയാകും എന്ന് പറഞ്ഞ് നീ പൊടിയാകുവാൻ വേണ്ടി അവനെ പൊടിയാക്കുവാൻ ആഗ്രഹിക്കുന്ന ആ പവർ ഏതാണോ, ആ തിന്മ മനുഷ്യനെ ദൈവതൃത്വത്തിൽ നിന്ന് അവനെ മാറ്റിക്കളഞ്ഞു. മറ്റൊന്ന്, അവൻ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റാതെ. ആർക്ക്? ഈ പഴയ നിയമം വെച്ചുകൊണ്ടിരുന്ന ഇസ്രായേലിന് യേശുവിനെ ഇതുവരെ അവർ വിശ്വസിക്കുമോ? യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ? അവർ വളരെ 0.15% മാത്രമേ യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യൻസ് ഉണ്ടായിട്ടുള്ളൂ. കാരണം അവരിപ്പോഴും പറയുന്നത് ഏകദൈവം എന്നുള്ള ഞങ്ങളുടെ ആ ഫെയ്ത്ത് മാത്രമാണ് ശരി, യേശു ഒരിക്കലും ദൈവത്തിനാണ് ഞങ്ങൾ മെസ്സിയായിട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ആ ഒരു ജനതയുടെ ഭാഗമാണ്. അത് യേശുവിനെ അംഗീകരിക്കുന്നതിന് അവർ തെറ്റിപ്പോയി. ഇനി വേറൊരു ഭയങ്കരമായൊരു ഇത് ഞാൻ 1-2 തവണ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും വേഗം ഒന്ന് പറഞ്ഞു പോകാം. ഈ സംഖ്യാപുസ്തകത്തിൽ അതിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യം, സംഖ്യാപുസ്തകം 26-ന്റെ 51 നമ്മൾ ശ്രദ്ധിച്ചാൽ 51-52 എന്തിനു വേണ്ടിയാണ് ജനസംഖ്യ എടുത്തത് എന്ന് പറയാനുണ്ട്. എന്തിനു വേണ്ടി ജനസംഖ്യ എടുത്തത്? അപ്പൊ ജനസംഖ്യ എടുത്തത് ജനസംഖ്യ ആനുപാതികമായി മണ്ണ് പങ്കിട്ട് കൊടുക്കാൻ. ഇതാണ് ഇവിടെ പറയുന്നത്. 33-ന്റെ 53, 54 വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഈ പരിമിതമായ എൻ്റെ വായനയിൽ ഇത്രയും നീതിയുടെ ഒരു പ്രഖ്യാപനമുള്ള ഒരു പുസ്തകം കണ്ടിട്ടില്ല. അതായത് മണ്ണ് എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശം കൊടുക്കുന്ന ഈ ഒരു പ്രസ്താവന. ആളെണ്ണത്തിന് ഒത്തവണ്ണം എന്ത് കൊടുക്കണം? മണ്ണ്. അഥവാ ഇസ്രായേൽ ജനം കനാൻ ദേശത്തിലെത്തുമ്പോൾ കനാൻ ദേശത്തെ അവർക്ക് അതിനായിട്ട് കൊടുക്കണം എന്നാണ് പറയുക. യോശുവയുടെ പുസ്തകം പഠിക്കുക, അവിടെ ഓരോ ഗോത്രത്തിനും ഇങ്ങനെ വീതിച്ച് കൊടുക്കുന്നതിൻ്റെ വിവരണങ്ങൾ കാണും. നമുക്ക് ഡയറക്റ്റായിട്ട് 8 ഗോത്രത്തിന് വരെ യോശുവയുടെ പുസ്തകത്തിലുള്ളൂ. പിന്നീട് ബാക്കിയുള്ളവർ
നേടിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായിരുന്നാലും ഇസ്രായേലിലെ 6 ലക്ഷത്തിൽ പരമുള്ള ആളുകൾക്ക് എന്തുണ്ടായിരുന്നു? ദൈവം റിസോഴ്സിനെ തുല്യമായി കൊടുത്തു. ഇന്നും അന്നും എന്നും റിസോഴ്സ് എന്ന് പറയുന്നത് മണ്ണാണ്. ദൈവം 2 റിസോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ അവകാശമാക്കുക. മക്കളും മണ്ണുമാണ് ഒരു കുടുംബത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത്. മണ്ണും മക്കളുമാണ്. അതില്ലാതെ ഒരു വളർച്ചയും ഉണ്ടാകുന്നില്ല. ദൈവ അനുഗ്രഹം എന്ന് പറയുന്നത് 7 ദിവസം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടിയും അവകാശമാക്കുന്നതിനെയാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവണം. 7-ാം ദിവസത്തെ നിത്യ ആരാധനയ്ക്കുള്ള അവകാശവും നമ്മുടെ വീട്ടിലുള്ളവർക്കുണ്ടാവണം. അപ്പോഴാണ് വീട് അനുഗ്രഹമാക്കിയത്. അതാണ് വേദപുസ്തകത്തിൽ അനുഗ്രഹത്തെക്കുറിച്ചുള്ള പാഠം. അത് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ദൈവം അപ്പം എല്ലാവർക്കും മണ്ണ് കൊടുത്തിട്ട് ദൈവം പറഞ്ഞു 6 ദിവസം അധ്വാനിക്കണം. അധ്വാനിക്കാൻ മണ്ണ് കൊടുത്തിട്ടാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ ചുമ്മാ പുൽപ്പറ്റ കയറി 7-ാം ദിവസം ആരാധിക്കണമെന്നും പറഞ്ഞ് നമ്മൾ പറയുന്ന പോലെയല്ല ദൈവം ചെയ്തത്. എല്ലാവർക്കും ജനസംഖ്യ ആനുപാതികമായി മണ്ണ് വീതിച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു 6 ദിവസം അധ്വാനിക്കുക, 7-ാം ദിവസം ആരാധിക്കുക. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ 2 സ്റ്റെപ്പ് കൂടെ കർത്താവ് പറഞ്ഞായിരുന്നു. അത് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലേവ്യ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 7 വരെ ശബത്താണ്ടിൻ്റെ പ്രമാണവും 8 മുതൽ മുഴുവൻ വാക്യങ്ങളും യോബേൽ സംവത്സരത്തിൻ്റെ പ്രമാണം. അവിടെ എന്താണ്? 6 വർഷം അധ്വാനിക്കണം. ഒരു വർഷം എന്താണ്? 7-ാം വർഷം ഏതാണ്? ശബത്താണ്ടാണ്. അന്ന് വേല ഒന്നും ചെയ്യരുത്. ഒരു വർഷം കേട്ടോ. ഒരു വർഷം വേല ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ എന്താ ചെയ്യണം? തനിയെ അവിടെ ഉള്ളത് കഴിഞ്ഞ 6 വർഷം ഉണ്ടായതിന് മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ കഴിച്ചോണം. പിന്നെ പടുവിളവ് തന്നെ മുളച്ചു വരുന്ന വല്ലതും ഉണ്ടെങ്കിൽ കഴിക്കാം. പക്ഷെ എന്താണ്? ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രകൃതിക്കുള്ള റെസ്റ്റാണ്. അവിടെ മരത്തിനും ജീവജാലങ്ങൾക്കും 1000-ത്തിനും എല്ലാം റെസ്റ്റ് കൊടുക്കുക. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആരാധനയാണ്. കൾച്ചറൽ പ്രോഗ്രാംസിൻ്റെ ഭയങ്കരമായ ഒരു ആവിർഭാവം അവിടെ ഉണ്ടാകുക. ആരാധന, പാട്ട്, പ്രസംഗം, കഥ, ബിബ്ലിക്കൽ ദൈവം എന്ത് ചെയ്തെല്ലാം റീഅനാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൊണ്ട് നിറയുന്ന അതിസമ്പന്നമായ പാരിസ്ഥിതിക മൂല്യത്തെ ഇത്രമാത്രം ഹൈലൈറ്റ് ചെയ്ത വേറൊരു പുസ്തകവും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓരോ 7-ാം വർഷവും ശബത്താണ്. അത് കഴിഞ്ഞ് 8 മുതൽ ലേവ്യ പുസ്തകം 25 അധ്യായത്തിൽ 8 മുതലുള്ള വാക്യം വായിക്കുമ്പോഴാണ് നമുക്കൊരു വേറെ കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? അങ്ങനെ 7 സംവത്സരം 7 വർഷം കഴിയുമ്പോൾ 7 ശബത്താണ്ട് നിങ്ങൾ ആചരിച്ചു കഴിയുമ്പോൾ 50-ാം വർഷമാണ് യോബേൽ സംവത്സരമാണ്. അവിടെ പറഞ്ഞിരുന്ന വാക്കാണ് ഓരോരുത്തരും താന്താൻ്റെ അവകാശത്തിലേക്ക് വരണം. അന്ന് എത്ര പേരുണ്ടോ അവർക്കെല്ലാം അവകാശം കിട്ടണമെന്ന്. എന്ന് വെച്ചാൽ 50 വർഷം കൂടുമ്പോൾ റിസോഴ്സിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. അങ്ങനെ വരുമ്പോൾ നഷ്ടപ്പെട്ടവനെല്ലാം ആ മണ്ണ് വീണ്ടും തിരിച്ചു കിട്ടുകയാണ്. ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തെ ദൈവം ഈ ഇസ്രായേലിന് കൊടുത്തിട്ടാണ് നീ നിമിത്തം സകല ജനതകൾ അനുഗ്രഹിക്കപ്പെടുന്നു പറഞ്ഞത്. കാരണം ഈ സിസ്റ്റം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. ആര് ഇംപ്ലിമെന്റ് ചെയ്യണം? ഇസ്രായേൽ ഇംപ്ലിമെന്റ് ചെയ്യണം. പക്ഷേ ഈ മോശയുടെ കാലവും നമ്മുടെ ഇന്നത്തെ കാലം തമ്മിൽ ഏകദേശം 3400 വർഷം വരും. 3400 ഭാഗം 7 എന്ന് പറഞ്ഞാൽ 485 മിച്ചം വരും. 485 തവണ എന്തുണ്ടാകണമായിരുന്നു? ശബാറ്റിക്കൽ ഇയർ എന്ന് പറയുന്ന ശബത്താണ്ട് ഈ ലോകത്തിൽ ഇസ്രായേൽ അതിനെ പിന്തുടർന്ന ക്രൈസ്തവർ ആചരിക്കണമായിരുന്നു. 3400 ഭാഗം 50 എന്ന് പറഞ്ഞാൽ 68ആണ്. 68 പ്രാവശ്യം ഈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ റിസോഴ്സ് സംഭവിക്കണമായിരുന്നു. സംഭവിച്ചോ? ഒന്നുപോലും നമ്മൾ ചരിത്രത്തിൽ കാണുന്നില്ല. വേദനയോടെ അല്ലാതെ നമുക്ക് ഈ ഭാഗം പഠിക്കാൻ പറ്റത്തില്ല. ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഇന്ന് ആരും ഈ പാതിവര തട്ടിപ്പിനൊന്നും പോകേണ്ടി വരത്തില്ലായിരുന്നു. ആരും കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നില്ല. ആരും ദരിദ്രനായി തകർന്നു പോകേണ്ടി വരുമായിരുന്നില്ല.
ഈ ഒരു പ്രമാണം ലോകത്തിൽ മറച്ചു വെച്ചിട്ടാണ് ഇന്ന് ഈ ലോകത്തിൽ ഈ ദാരിദ്ര്യവും യുദ്ധവും പ്രതിസന്ധി എല്ലാം ഉണ്ടായിരിക്കും. അത് മറച്ചു വെച്ചത് പവർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇത് തന്നെയാണ്. ഇതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത് അറിയാമോ? സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം നടപ്പാക്കാതെ വന്നപ്പോൾ റിസോഴ്സ് ചില ആളുകളുടെ കയ്യിലേക്ക് കുമിഞ്ഞുകൂടി. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുമിഞ്ഞുകൂടിയ കാലഘട്ടത്തിലാണ് യേശു വന്ന് എന്ത് പറഞ്ഞു? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്, ആയാൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാർക്ക് വിടുതലും പ്രസ്താവിപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് ഇത് എനാക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ ഇത് ഇംപ്ലിമെന്റ്. പക്ഷെ ഇത് ഒരു പൊളിറ്റിക്കൽ പവറിനല്ലാതെ സാധിക്കത്തില്ല. പക്ഷെ പൊളിറ്റിക്കൽ പവറെല്ലാം വാഴ്ച അധികാരത്തിന്റെ പവറിലേക്ക് മാറിപ്പോയത് കൊണ്ട് ഈ പ്രമാണം ലോകത്തിലേക്ക് വിസ്മരിക്കപ്പെട്ടു പോയി. അതിന്റെ ഫലമായിട്ട് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഒരു അപവാദം അല്ലെങ്കിൽ ഇതിനൊരു വ്യത്യസ്തത പറയാൻ പറ്റുന്ന ഒറ്റൊരു സംഭവമുണ്ട്. അത് നമ്മൾ ആരും ഒരുപക്ഷെ നമ്മളിവിടെ ഇരിക്കാൻ കാരണം അത് തന്നെയാണ്. ആരാണ്? മിഷണറിമാർ ഇത് വന്നിട്ട് ചെയ്യും. മിഷണറിമാര് ഇവിടെ വന്നിട്ട് ചെയ്യുന്ന വേല ഇത് തന്നെയായിരുന്നു. മണ്ണില്ലാത്തവർക്ക് എന്ത് ചെയ്തു? മണ്ണ് കൊടുക്കുക എന്നുള്ളതായിരുന്നു അവർ ചെയ്യുന്ന ഒരു മിഷൻ. അതിനോട് ചേർന്നാണ് സ്കൂളും ദേവാലയവും ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അത് ശക്തമായി ജനം മുഴുവൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരും എന്ന് കണ്ടപ്പോഴാണ് അതിന് എതിരായിട്ട് ഇവരെ പുറത്താക്കാൻ നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന സ്വാതന്ത്ര്യ സമരം ഇവിടെ ഉണ്ടായിരുന്നു. അല്ലേ? ദൈവത്തിന്റെ പ്രമാണം ഇംപ്ലിമെന്റ് ചെയ്യാൻ വന്ന മിഷൻ അവരിത് മേടിച്ചു തന്നല്ലേ നമ്മളിവിടെ ഉണ്ടോ? അവരുടെ മിഷൻ, അവരുടെ അതിനുവേണ്ടിയുള്ള ആ പാഷൻ സത്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. മിഷൻ ഇതാണെന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. എന്നിട്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ലാസ്റ്റ് പറഞ്ഞ അവസാനം സമയം എന്താണെന്ന് അറിയാമോ? ഈ ദൈവത്തിന്റെ പ്രമാണത്തെ ധിക്കരിച്ചതിന് ഫലമായി ലോകത്തിൽ രൂപപ്പെട്ടതാണ് ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറയുന്ന സംവിധാനം. അപ്പൊ സ്വത്ത് ഒരു വിഭാഗം ജനതയുടെ അരികിലെത്തി. ശ്രദ്ധിച്ചുള്ള ഈ ലോകത്തില് ഈ മൊബൈൽ ഇതിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ മെറ്റ, ഗൂഗിള്, അതുപോലെ ഫേസ്ബുക്ക്, ഇതിന്റെ എല്ലാ ഉടമസ്ഥനായ ഇലോൺ മസ്ക്. അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ വരുമാനം എത്രയെന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ദിവസം അദ്ദേഹം ഒരു വേലയും ചെയ്യാതെ വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ചെല്ലുന്നത് 93 കോടി രൂപയാണ് ഓരോ ദിവസവും. കാരണം ഇത് താർക്കപ്പെട്ടതിലൂടെ ഏതാനും ചില ആളുകളുടെ കയ്യിലേക്ക് അത് പറയുമ്പോഴത്തേക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് കൊണ്ടാവും അവരുടെ കയ്യിലേക്ക് ഈ സ്വത്തുക്കളെല്ലാം കയറുകയാണ്. അങ്ങനെ സ്വത്ത് മുഴുവൻ അങ്ങനെ അവരുടെ കയ്യിലെത്തിയിട്ട് അവരാണ് നമ്മൾ എന്താണ് ഭക്ഷിക്കേണ്ടത്, നമ്മൾ എന്താണ് കാണേണ്ടത്, നമ്മൾ എന്താണ് ധരിക്കേണ്ടത്, നമ്മൾ എന്താണെന്ന് ചിന്തിക്കേണ്ടത് എന്നത് ഇപ്പോൾ ആരാ തീരുമാനിക്കുന്നത്? ഈ പരസ്യത്തിലൂടെ നമ്മളെ കൊണ്ട് ഒരു സാധനം മേടിപ്പിക്കുന്ന ആരാ? ഈ ബഹുരാഷ്ട്ര സംവിധാനമാണ്. അപ്പൊ അവരിലേക്ക് സ്വത്തെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ ആ തീവ്രമായ സാമ്പത്തിക ത്വര കാരണം അവരിലൂടെ വെളിപ്പെടുന്ന രണ്ട് തീവ്രമായ തിന്മയിലൊന്നാണ് ലഹരി. നമ്മുടെ തലമുറയെ ലഹരിയിലേക്ക് വലിച്ച് ഇട്ടിട്ട് അവന്റെ ചികിത്സിക്കുന്ന പണം അവന്റെ ആശുപത്രി, ഇവർ തന്നെ ആശുപത്രി നടത്തുന്നുണ്ട് കേട്ടോ, അവർക്ക് ലഭിക്കുവാനുള്ളതും മാത്രമല്ല അവൻ നശിച്ചു കഴിയുമ്പോൾ ഈ വ്യക്തി ഉണ്ടല്ലോ ഈ സ്ഥലം ഇവർക്ക് തന്നെ വിറ്റിട്ട് അവൻ പോകും. ആ ഒരു സിസ്റ്റത്തെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സാധനം തന്നെയാണ് ഈ സംഭവം തന്നെ. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നതല്ല ഏതെങ്കിലും പിള്ളേരെ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സൈബർ വേൾഡ് ഇതിനകത്ത് നിറമുണ്ട്, ഇതിനകത്ത് ശബ്ദമുണ്ട്, ടേസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് ഇപ്പോൾ അവരെ നിയന്ത്രിക്കുന്നത്. ഇതിനെ ആര് പ്രൊഡ്യൂസ് ചെയ്ത് വിട്ടു? ആരാണ് പ്രൊഡ്യൂസ് ചെയ്തത്? മറ്റാരുമല്ല, ഈ ദൈവത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ
3400 വർഷം കൊണ്ട് ലംഘിച്ചതിന്റെ ഫലമായി ലോകത്ത് കുമിഞ്ഞുകൂടിയ ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടുന്ന ബഹുസമ്പന്നന്മാരാണ് ഇത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനകത്ത് 3 ഗുണമുണ്ടെന്നാണ് പറയുന്നത് ഈ സംഭവം കൊണ്ട്. ഒന്ന്, വിവരം കൺവേ ചെയ്യും, ഇൻഫർമേഷൻ. മറ്റൊന്ന്, വിജ്ഞാനം കൺവേ ചെയ്യും. വിവരത്തെ സമ്പത്താക്കി മാറ്റാനുള്ള ശേഷിക്കാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ ഈ വിജ്ഞാനവും ഇതിനിത് കൊള്ളാം. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ മൂന്നാമതൊരു സാധനമാണ് വിനോദം. ഈ 3 ഗുണം ഇതിനുള്ളൂ. 3 ഗുണമേ ഉള്ളൂ. ഇതിൽ വിനോദമാണ്. നിങ്ങൾ നോക്കുക, എല്ലാ ദിവസവും ഗെയിമാണ് ഇട്ട് കൊടുക്കുകയാണ്. ചുമ്മാ ഇതൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ട് വ്യത്യസ്തങ്ങളായ ഗെയിമുകൾ നമ്മുടെ തലമുറയുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇവര് വേറൊരു ലോകത്തിൽ എത്തിച്ചു. ആ ലോകത്തിന്റെ പ്രത്യേകത വെച്ചാൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി, കാര്യങ്ങളെല്ലാം നടക്കും. നമ്മുടെ മക്കളുടെ മൈൻഡ് ആ സെറ്റപ്പിലേക്ക് അവർ കൊണ്ടുവന്നു. എന്താണെന്ന് അറിയാമോ? അപ്പോഴേ കാര്യം നടക്കണം. അവരൊരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ അല്പസമയം താമസം നോക്കി, അവരുടെ റിയാക്ഷൻ ഭയങ്കരമായിരിക്കും. കാരണം ഈ സംഭവം അതാണ്. അതിനകത്ത് ഒന്ന് തൊട്ടാൽ മതി, അപ്പോഴേ സാധനം വരും. പാട്ടിന് പാട്ട് വരും, കഥയ്ക്ക് കഥ വരും. സാധനം കടയിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ ആ സാധനം ഇവിടെ വരും. അപ്പൻ്റെ കയ്യിലെ പൈസയാണ് പോകുന്നതെന്നുള്ളത് അവർക്ക് അതിനകത്ത് വിഷയമില്ല. ഒറ്റ നിമിഷം കൊണ്ട് സാധനം വരും. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ഈ ലോകത്തെ മുഴുവൻ കൊണ്ടെത്തിച്ചിരിക്കുക. ഈ ലോകത്തിലാണ് നമ്മൾ സുവിശേഷമായിട്ട് പോകുന്നത്. ഇവരെത്തിച്ചു നിർത്തിയിരിക്കുന്ന ഈ പൈശാചികമായ, പ്രത്യേകിച്ച് നമ്മളെയൊക്കെ ദരിദ്രനാക്കി മാറ്റുന്നതാണ്. ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാതെ പോയതിലെ ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു തകർച്ച, ഇതിനെ എങ്ങനെയാണ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? എൻ്റെ ഒരു വീക്ഷണത്തിൽ, ദൈവമേ, ഈ തിരിച്ചറിവില്ലാതെ പോയതിനാണ് ഇന്ന് ഏകദൈവ വിശ്വാസികൾ എന്ന് ഞാൻ 3 കാര്യമാണ് പറഞ്ഞത്. നമ്മൾ തെറ്റിക്കപ്പെട്ട 3 കാര്യമാണ്. ഒന്ന്, വിശ്വാസമുള്ള തെറ്റ്. മറ്റൊന്ന്, ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതിന് തെറ്റ്. അതെൻ്റെ ജീവിതത്തെ പറ്റിയ തെറ്റാണ്. ആദ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. മറ്റൊന്ന്, ദൈവത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്താണ് തിരിച്ചറിയുന്നതിന് തെറ്റ്. ഈ 3 തെറ്റുകൾ ആത്യന്തികമായി നാം തിരിച്ചറിയുമ്പോൾ, ഈ 3 തെറ്റുകളാണ് യേശു അഭിമുഖീകരിച്ചതും യേശു ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്. എങ്ങനെയാണ് യേശു ഇംപ്ലിമെന്റ് ചെയ്തത്? തനിക്കുള്ളത് ഷെയർ ചെയ്യുന്നതിലൂടെയാണ് കർത്താവ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്, അല്ലേ? കർത്താവ് ഒറ്റ വീട്ടിൽ ചെന്നിട്ട് രക്ഷയുടെ കാര്യം പറഞ്ഞിരുന്നു. അത് ഏത് വീട്ടിലാണ്? സക്കയുടെ വീട്ടിലാണ്. അതായത് ഈ പിശാച് ഒരുക്കിയിരിക്കുന്ന വാഴ്ചകളും അധികാരങ്ങളും അന്ധകാരത്തിന്റെ ലോകാധിപതിയും സ്വർലോകങ്ങളും ദുഷ്ടാത്മസേനകൾക്കുമെതിരെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് വിഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിലേക്ക് നാം ജനത്തെ എത്തിക്കണം എന്നുള്ളതാണ്. ഇതാണ് ശുശ്രൂഷകരുടെ നിലവിലുള്ള ദൗത്യം. അത് എവിടെ നിന്ന് ആരംഭിക്കണം? അവിടെയാണ് നമ്മുടെ ഓരോ സഭയിലും പ്രയർ കോർണറുകൾ, പ്രയർ സെല്ലുകൾ, പരസ്പരം ഓരോ വ്യക്തിയുടെയും വിഷയം ഷെയർ ചെയ്ത്, സമ്പത്തല്ല, പ്രശ്നം ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഈ മഹായിടവകയിലെ ഓരോ സഭയിലും പ്രയർ സെല്ലുകളിൽ പ്രാർത്ഥനകൾ ഉയരട്ടെ. ദൈവസന്നിധിയിലെ യാഗവേദിയിൽ, ആരാധനയിൽ അത് നെഞ്ച് പിളർന്ന് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകരായി നമ്മൾ മാറുക. നമുക്ക് ഇതാണ് ചെയ്യാൻ പറ്റുന്നത്. ഇസ്രായേലിന് 7 ഉത്സവങ്ങളിലെ 6ാമെന്ന് പറയുന്ന ഉത്സവം ഏതാണെന്നറിയാലോ? ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലാണ് 7 ഉത്സവങ്ങളെ കുറിച്ച് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഈ പറയുമ്പോഴെല്ലാം വാക്ക് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞു പോകുന്നതാണ്. അതിൽ ഒരു ഉത്സവം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 6ാമത് പറയുന്ന ഉത്സവം എന്ന് പറയുന്നത് ആത്മതപനത്തിൻ്റെ ദിനമാണ്. 7-ാം മാസം 10-ാം തീയതിയാണ് അത് പറയുന്നത്. 7-ാം മാസം 1-ാം തീയതി മഹാകാകളധ്വനി പെരുന്നാൾ, 7-ാം മാസം 10-ാം തീയതി ആത്മതപനത്തിൻ്റെ നാളാണ്. എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ച് കടന്നു വന്ന് മാനസാന്തരത്തിൻ്റെ അടയാളമായ പാപമേറ്റു പറയുന്ന നിലവിളി അത് വാർഷികമായി ചെയ്തു വന്നിരുന്നതാണ്. അതിന് ദൈവം അനുവദിച്ചിരുന്നു. പക്ഷെ ഇന്ന് നമുക്കതിന് കഴിയാതെ പോവുകയാണ്. അവിടെയാണ് തിന്മയുടെ ശക്തിയെ തകർക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുമാകുന്നത്. യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ട് പോകത്തില്ല എന്ന് പറയാൻ കാര്യമാണ്. നമുക്കത് നഷ്ടപ്പെട്ടു പോയില്ലേ?
പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ല, ആദ്യകാലത്ത് തിരുമേനിയൊക്കെ കാലത്ത് ഞങ്ങൾ ദൈവറിയാൽ 10 ദിവസം തുടർച്ചയായിട്ട് വെള്ളം മാത്രം കുടിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവസ്ഥലിൽ ഇരിക്കാനുള്ള ഒരു കൃപ ദൈവം ഞങ്ങൾക്ക് നൽകിയിരുന്നു. അതിനുശേഷമാണ് പിന്നെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല അത്രയും ദിവസം. അല്ലാതെ ഞാൻ ഇന്നും എല്ലാ ദിവസവും ആഴ്ചയിൽ 3 ദിവസം ഒരു നേരമെങ്കിലും ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് സമയം ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം ആ നാളുകളിലെ ദൈവകൃപയാണ്. അപ്പം ശക്തമായ പ്രാർത്ഥനയ്ക്കായിട്ട് ജനങ്ങളെ നമുക്ക് ഒരുമിച്ച് കൂട്ടിവരുത്താൻ കഴിയണം. പിന്നീട് മറ്റൊന്ന്, നമ്മുടെ ശുശ്രൂഷയിൽ തീർച്ചയായും നമ്മുടെ ജനത്തിൻ്റെ പ്രതീക്ഷകളെ നാം തിരിച്ചറിയാൻ പോകുന്നത്. ഈ 3 പ്രതിസന്ധി കൊണ്ടുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ പ്രതിസന്ധിയെ ആയിട്ടത് വളർന്ന് വളരെ വലുതായി നിൽക്കുക. അവിടെ ഒറ്റ പ്രതീക്ഷ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷകർ മാത്രമേ. നമ്മളാണ് ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തും എന്ന് തന്നെയാണ് ജനം വിശ്വസിക്കുന്നത്. നിങ്ങളൊന്ന് വന്നാൽ, നിങ്ങളൊരു വീട് സന്ദർശിച്ചാൽ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ, അതെ, നിങ്ങളുടെ ആ ശുശ്രൂഷ കൊണ്ട് എൻ്റെ വീടിന് അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ ജനം. അവിടെ ആ പ്രതീക്ഷ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ നമ്മെ നിയമിക്കുന്ന അതൊരു സിസ്റ്റമാണ്, നമുക്കറിയാം, അതൊരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ ആരായിരുന്നാലും ശരി, അതെ, അവരിൽ നിന്ന് നമ്മൾ അറിയണം. ഞാൻ എപ്പോഴും എന്തെങ്കിലും തിരുമേനി പ്രത്യേകം പറഞ്ഞാൽ, തിരുമേനി എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് ഞാൻ പോയി ചോദിക്കും. കാരണം എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യാനല്ലല്ലോ എന്നെ ഒരു ബിഷപ്പിൻ്റെ കീഴിലാക്കുന്നത്. ബിഷപ്പിന് എന്നെക്കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷ കാണുമായിരിക്കും. അതെന്താണെന്ന് അറിയുക എന്നുള്ളത് എൻ്റെ ഒരു കടപ്പാടാണ്. ഞാനത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസൃതമായതും ദൈവാത്മാവും ദൈവജനത്തിലുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളിൽ ഞാൻ ദൈവകൃപയാൽ പ്രവർത്തിക്കാറുണ്ട്. എൻ്റെതായിട്ട് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ യാതൊരു പ്രോജക്റ്റും ഇല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രോജക്റ്റുകളും കാര്യങ്ങളും മാത്രമാണ്. ഇനി അവനവനെ തന്നെ മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു സംഭവം കൂടി അത് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു തന്നെ നിങ്ങളെ ഏറെ അത് പറയാനുള്ള സമയം നമുക്കില്ല. നമ്മൾ 1 മണിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ശുശ്രൂഷ ശക്തമായി തീരാൻ വ്യക്തിപരമായി യേശുവിനോടുള്ള ബന്ധം നമ്മൾ ശക്തമാക്കണം. പിന്നെ കുടുംബമായി ഒരു നല്ല കുടുംബ ബന്ധത്തിൻ്റെ ഉടമകളായിരിക്കും നമ്മൾ. ഭർത്താവെന്ന നിലയിലോ ഭാര്യ എന്ന നിലയിലോ അല്ലെങ്കിൽ മകനെന്ന നിലയിലോ മകളെന്ന നിലയിലുള്ള നമ്മുടെ കുടുംബത്തിൽ, അവിടെയാണ് നമ്മുടെ ആദ്യത്തെ സഭ. അവിടെ നമ്മുടെ ശുശ്രൂഷ ഏറ്റവും ശക്തമായി നമുക്ക് മാറ്റാനായിട്ട് കഴിയും. ഈ നമ്മൾ നേരിടുന്ന 3 പ്രലോഭനങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഒന്ന് സമ്പത്താണ്, മറ്റൊന്ന് എന്താണ്, ഞാനൊരു ഈഗോയാണ്, പ്രൈഡ് എന്ന് പറയുന്നത് ദുരഭിമാനമാണ്. മൂന്നാമത് എന്താണ്, ഈ പറയുന്ന സെക്സുമായി ബന്ധപ്പെട്ട പരാജയങ്ങളാണ്. ഇത് ശുശ്രൂഷകരെ അത് ബാധിക്കാതെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് അത് നമ്മുടെ ആവശ്യമാണ്. ഈ ഒരു രീതി പറഞ്ഞാൽ, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ കരയുകയും പ്രാർത്ഥിക്കുകയും ശുശ്രൂഷയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ഭാര്യയെക്കൂടെ ഉൾപ്പെടുത്തി അത് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ് നമുക്കെപ്പോഴും നല്ലത്. കാരണം നമ്മളോടുള്ള കരുതൽ, നമ്മുടെ ശുശ്രൂഷയോടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോൾ പലരും അവരുടെ വേദനകളും ഭാരങ്ങളെല്ലാം നമ്മളോട് തന്നെ നേരിട്ട് പങ്കുവെക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരാം. പക്ഷെ അത് ഒരു കാരണവശാലും മറ്റൊരാൾക്ക് ആരോപണം പറയാനുള്ളൊരു വഴിയാകാതെ സൂക്ഷിക്കുക എന്നുള്ളത്, അല്ലേ, കർത്താവ് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരെ. എന്താണ് ഈ പാമ്പ് ബുദ്ധിയുള്ള എന്നാ കാണിച്ചത്? പാമ്പ് ഏത് പർപ്പസിന് വന്നോ അത് നേടിക്കൊണ്ട് പോയി. അതാണ് എൻ്റെ കാരണം. അവൻ മനുഷ്യനെ തകർക്കണം തന്നെ വിചാരിച്ചു വന്നു, അതാ നേടി. യേശു അതേ മെത്തഡോളജി നമ്മൾ പറയുക, അത് നീ ജയിക്കണം എന്ന നിലയിൽ തന്നെ തിന്മയെ കീഴടക്കണമെന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടെ തന്നെ പോവുക, അത് തന്നെ നേടുക. അതാണ് എൻ്റെ ഉത്തരവാദിത്വം വെച്ച് പറയുക. അപ്പം അത് നമ്മുടെ ഒരു ടെംപ്റ്റേഷൻസിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയണം. അതിനും വ്യക്തിപരമായ പ്രാർത്ഥനയും ഉപവാസവും പിന്നെ ഉണ്ടല്ലോ, നമ്മളൊരു കുടുംബത്തിന് അംഗമായിട്ട് തന്നെ നമ്മൾ പോകണം. ശുശ്രൂഷയിൽ നമ്മുടെ സഹപ്രവർത്തകർ, നമുക്ക് ഒരു സീനിയറും ജൂനിയറും ഒക്കെ ഉണ്ട്. പക്ഷേ സ്നേഹത്തിൽ ഒന്നായിരിക്കണം. മാനിക്കേണ്ടവരെ നമ്മൾ തീർച്ചയായിട്ടും പറയും. ഞങ്ങളുടെ ഇടയിൽ അവിടെ ഒരാളും ഒരു വിദേശി അച്ഛനായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിയുടെ വിളിയെല്ലാം മാറും. വിളി മാറാൻ കാരണം പറഞ്ഞാൽ അവിടെ ഒരു എസ്റ്റേറ്റ് മേഖലയാണ്. ടി എസ്റ്റേറ്റ് മേഖല കങ്കാളിമാരെന്ന് പറഞ്ഞൊരു
ആളുകളുണ്ട്. അവരാണ് ഓരോ ദിവസത്തെ എവിടെയാണ് പണി ചെയ്യുന്നത്. അപ്പോൾ അവർ എടാ ഇവിടെ അവിടെ പണി ഇവിടെ പണി ഇങ്ങനെ പറഞ്ഞാണ് അവർ പണിയിപ്പിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ച് അച്ഛനായി കഴിഞ്ഞപ്പം വിചാരിച്ച് എല്ലാവരെയും വിളിക്കേണ്ട പേര് എടാ പോടാന്നാണ്. അങ്ങനെ 10-100 വയസ്സുള്ളവരെ പോലും എടാ ഇവിടെ എന്താണ് അത് വേദനയായിട്ട് തിരുമേനി കഴിഞ്ഞ് വന്ന ആളുകൾ പറയേണ്ടി വന്നു. ഒരു കാലം ഞാൻ പറയാം, നമുക്ക് ഒരു സ്ഥാനം വേണ്ടതേ. നമുക്ക് എന്തിനാ പേര്? നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന യേശുവിന് മാത്രം മതി പേര്. നമുക്കൊരു പേര് സൃഷ്ടിക്കുന്നില്ല. നമ്മളെ കർത്താവിന്റെ വേല ചെയ്യുന്നു. അപ്പം മാനിക്കേണ്ടവരെ മാനിച്ച്, സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച്, അല്ലേ? പൗലോസിനെ കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഒരു ലേഖനം പഠിപ്പിച്ച അച്ഛൻ ഫിലിപ്പ് അബ്രഹാമിൽ വെച്ച് അല്ലേ, അച്ഛൻ പറയായിരുന്നു, മകളെ ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ കേട്ടോ, അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് നിയമം പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പറയാം, ഈ 1 കൊരിന്ത്യർ 1 മുതൽ 12 വരെ നമ്മൾ വായിച്ചാൽ സഭയിലെ പ്രശ്നങ്ങളാണ്. വഴക്ക്, തലമുടിയിൽ മൂടുന്ന വിവരം, കോടതി പോയ വിവരം, ഗ്രൂപ്പിസം, പക്ഷക്കാർ, അങ്ങനെ മുഴുവൻ പ്രശ്നമാണ്. ഈ പ്രശ്നം എല്ലാം പറഞ്ഞിട്ട് 13-ാം അധ്യായത്തിൽ വന്നിട്ട് സ്നേഹത്തെക്കുറിച്ച് പറയും. എന്താണ് ഈ പ്രശ്നം എല്ലാം പരിഹരിക്കുന്ന ഒരേ ഒരു മാർഗമുള്ളൂ, സ്നേഹം. സ്നേഹിക്കുക, പിന്നെ സ്നേഹിക്കുക, പിന്നെ സ്നേഹിക്കുക. ആ സ്നേഹമായിരിക്കണം എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ശുശ്രൂഷ എന്ന നിലയിൽ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അത് നമ്മുടെ മേലധികാരിയുടെ മുമ്പിലും, നമ്മളുടെ ജനത്തിൻ്റെ മുമ്പിലും, അതെ, നമ്മുടെ കുടുംബത്തിലും എല്ലാം നമ്മൾ തീർച്ചയായും സ്നേഹത്തിൻ്റെ ഉടമകളാണ് എന്ന് നമുക്ക് പറയാനായിട്ട്, ജീവിക്കാനായിട്ട് കഴിയണം. അങ്ങനെ തിന്മയെ കീഴടക്കുക. ഈ തിന്മയുടെ നമ്മൾ പറഞ്ഞാൽ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആദ്യം ഒരു സിസ്റ്റം പറഞ്ഞായിരുന്നു. ആ സിസ്റ്റം അനുസരിച്ച് നിങ്ങളത് മനസ്സിലാക്കണം എന്നുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വളരെയേറെ നമ്മൾ ഇനിയും പഠിക്കേണ്ടതായ കാര്യങ്ങളാണ് ശുശ്രൂഷയെക്കുറിച്ചുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു കാര്യങ്ങൾ ഉദ്ദേശിച്ചിരുന്നു, അതിനുള്ള സമയം നമുക്ക് ലഭിക്കുന്നില്ല. ഒരു വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതറിഞ്ഞാൽ അതിനനുസരിച്ച് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് അതിനായിട്ട് ഇനി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഇത്ര ശ്രമിക്കുവാൻ തയ്യാറായത് നന്ദി പറയുന്നു. എന്നെ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച ഏറ്റവും സ്നേഹമുള്ള തിരുമേനിയോടും മഹായിടവയിലെ എല്ലാ ഔദ്യോഗിക ഭാരവാഹികളും ഇത് ശ്രമിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ എന്ന വിനയത്തെ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ നിർവഹിക്കുന്നു.